കഴിഞ്ഞ ഓണത്തിന് വർക്കല വന്നതായിരുന്നു. പ്രസിഡൻറ്റ് ജംഗ്ഷനിൽ മുരളിയേട്ടൻ്റെ ശോഭ ടെക്സിൽ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 2 ബാഗായിട്ട് വന്നത്. 2 അല്ല 2, 3 ബാഗായിട്ട് വന്ന് കൊടുത്തിട്ട് പോയതാണ്. എന്നിട്ട് അത് അവിടെ കൊടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി പൊന്നൂനെ കണ്ടു. പൊന്നുമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും കയറി. അന്ന് നമ്മളിവിടെ റൂമെടുത്ത് ഇവിടേക്ക് വന്ന് എന്താ പറയുന്നത് ബീച്ചിലൊക്കെ പോയി. അത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്രാവശ്യം വീണ്ടും വന്നു. ബാക്കി ഞാൻ സാധനങ്ങളൊക്കെ പാഴ്സൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇട്ട് നോക്കണമല്ലോ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റാണോ അല്ലെന്ന് അപ്പോൾ അത് കാരണം വീണ്ടും വന്നതായിരുന്നു. വന്നു. പക്ഷേ വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് തോന്നി. കാരണം എല്ലാ ബ്ലൗസും ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റിൻ്റെ സൈഡൊക്കെ ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ അതൊക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്ളോഗ് ആക്കണമെന്ന് വിചാരിച്ചതല്ല. ഇപ്പം ഞാൻ ഇതിൽ കിടന്ന എല്ലാ വീഡിയോസും കൂടെ തട്ടിക്കൂട്ടി ഒരു വ്ളോഗ് ആക്കിയതാണ്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല വീഡിയോസും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഇതിപ്പം ഒരു തട്ടിക്കൂട്ടി ചുമ്മാ ഇങ്ങനെ ഒരു റീൽസിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വ്ളോഗ് ആക്കുന്നതാണ് കേട്ടോ. ഇതൊരു ശരിക്കും ഒരു വ്ളോഗിന് വേണ്ടിയിട്ടല്ല. കാരണം ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു വ്ളോഗിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിതൊന്നും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. ഇപ്പം ഇവിടെ വരിക, ഡ്രസ്സ് വാങ്ങിക്കുക, പോവുക എന്നുള്ളതായിരുന്നു മനസ്സിൽ. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോയൊക്കെ എടുത്ത് വെച്ചിരുന്നു. കാരണം ട്രെയിനിങ് ഇരുന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ വേറെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടം തൊട്ട് അങ്ങോട്ട് ഒരാഴ്ചത്തെ ഒരു യാത്രയുടെ തുടക്കമാണ്. ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു എന്താ പറയുക മനസ്സിലുണ്ടായിരുന്ന ഒരു യാത്ര അത് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചത് തെറ്റിയില്ല. അവിടെ പോയി വർക്കല ഒരു അത്യാവശ്യ ഘട്ടത്തിൽ വന്നപ്പം എടുത്ത റൂമാണ്. ഇവിടെ ഇപ്പം കറണ്ട് പോയിട്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറായി. അതിന് വേറൊരു സംവിധാനം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. വിളിച്ചിട്ടൊന്നും പലരും എടുക്കുന്നില്ല. എൻ്റെ ഓണർ പൈസയൊക്കെ പറഞ്ഞു വാങ്ങാനും ഭയങ്കരമായിട്ട് എല്ലാത്തിനും ഭയങ്കര ശുഷ്കാന്തിയുള്ള ആളുകളാണ്. പക്ഷേ കണ്ടോ, കറണ്ട് പോയിട്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറായി. ബാത്റൂമിൽ എടുക്കാം. മൊബൈലിന്റെ ഡോസ് ഓണറെ വിളിച്ചപ്പം അയാൾ ഉണ്ടാക്കുന്ന സൊല്യൂഷനാണ് ഒരു മെഴുകുതിരി കൊണ്ട് തന്നേക്കുന്നത്. വർക്കല ഇതുപോലെ ഒരുപാട് പറ്റിപ്പുകളുണ്ട്. നമ്മൾ പെട്ടുപോയി. കുറച്ച് സമയത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ കുറച്ച് സമയത്തേക്ക് ഫ്രഷ് ആവാനും മറ്റും എടുത്തതായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. പൈസയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ബാർഗൈൻ ചെയ്ത് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള കണ്ടീഷനിലാണ്. ഇവിടെ മേക്ക് മൈ ട്രിപ്പിലും മറ്റും നോക്കിയിട്ട് വേറെ അവൈലബിൾ ആയിരുന്നില്ല ഒന്നും ഈ സമയത്ത്. അതുകൊണ്ട് മാത്രം എടുത്തു പോയതാണ്. വിയർത്ത് കുളിച്ചിവിടെ കിടക്കുന്ന ബെഡൊക്കെ ആകെ ചെറിയൊരു ബെഡ്, 2 പേർക്ക് കിടക്കാനാണ്. അത് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിലത്തിടാൻ ഒരു ബെഡ് എടുത്ത് വരാം. എങ്ങനെ? അതാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ബെഡ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം മറ്റു പല ആവശ്യങ്ങൾക്കും വരുന്ന ആളുകളോ കൂടുതലും തോന്നുന്നു. ഇവിടെ വേണമെങ്കിൽ എടുത്താൽ മതി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വേറെ ഒന്നും കണ്ടില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ആകെ ഇത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എടുത്ത് കുടുങ്ങിപ്പോയതാണ്. ഇനി ജന്മത്ത് ഇവിടെ ആരും റൂം എടുക്കരുത്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പെട്ടുപോകും. നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആ സാധനം കിട്ടിയിരുന്നെ അപ്പം പോയാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ, ലിഫ്റ്റ് അങ്ങനത്തെ യാതൊരു സെറ്റപ്പും ഇല്ല. പുറമെന്ന് കാണുമ്പോഴുള്ള മോടിയൊന്നും അകത്തോട്ട് കയറുമ്പോൾ ഇല്ല. പിന്നെ സ്റ്റെപ്പ് കയറണം, 3 നില കയറണം. ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നവർക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ തൊട്ടുകൊണ്ടാണ് ഈ ഇത്. അപ്പം എങ്ങനെ കാണിച്ചാലും ആൾക്കാർ റൂം എടുത്തോളും എന്നുള്ളത്. എൻ്റെ മുതലാളിക്ക് ഭയങ്കര മോശം പെരുമാറ്റമാണ്. അങ്ങനെ ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഭയങ്കര മോശം. വളരെ വൃത്തിയായിട്ട് പെരുമാറ്റമാണ് എല്ലാവരും. മെഴുകുതിരിയും കത്തിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ അനുമതി കൊടുക്കുന്ന സർക്കാരിനാണ് ആദ്യം പറയാം. ഇത്രയും ബേസിക് സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത, ഒരു ജനറേറ്റർ പോലും ഇല്ലാത്ത ലോഡ്ജ് സെറ്റപ്പ്.
ഈ കാണുന്നതാണ് വർക്കല റെയിൽവേ സ്റ്റേഷൻ. അതിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യം ഇവിടെ നിന്ന് എന്തായാലും 3/4 മണിക്കൂർ എടുക്കും. 7:30 മണി പുള്ളിക്ക് 8:30 ക്ലോസ് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് ഓട്ടോയിലും കിട്ടത്തില്ല, ലാസ്റ്റ് ബസ്സും തിരിച്ച് കിട്ടൂല. എല്ലാം കാണിക്കണ്ടേ, ഇനി ആരും വന്ന് പെട്ടുപോകും. എല്ലാ സമയവും ആ 1 മണിക്കൂർ അവിടെ കറണ്ടില്ലാതിരുന്നതിൽ പെട്ടുപോയതാണ്. 5:30. ഇതാണ് AR ടവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 4 മണിക്കുള്ള മലബാറിൽ വന്നതാണ്. മലബാറാണെങ്കിൽ 1 മണിക്കൂർ ലേറ്റുമായി. പിന്നെ അതിൽ പിന്നെ ടിക്കറ്റ് ഇതല്ലാന്നുണ്ടപ്പോൾ ഇതിലോ നേരെ കന്യാകുമാരിയിൽ വന്നു. റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്, അതുകൊണ്ട് മാത്രം എടുത്തു പോയതാണ്. ആരും ഈ ഏരിയയിലേക്ക് വരരുത്. ഓൾറെഡി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വന്നതായിരുന്നു. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഭയങ്കര ലൂസായിരുന്നു, സൈഡിലൊക്കെ ഭയങ്കര ലൂസായിരുന്നു. ഇപ്പോഴുമുണ്ട്, എങ്കിലും ഒരു പരുവത്തിന് ഇതായിട്ട് ഇനി ഇപ്പോഴും വയ്യ. അതുകൊണ്ടാണ് വീണ്ടും പോയി ഫ്രഷായി വീണ്ടും ഇപ്പോൾ രാത്രിയിൽ വീണ്ടും വന്നത്. വന്നതിന് ശേഷം അപ്പോഴും ആയിട്ടുണ്ടായിരുന്നില്ല. സൈഡിൽ കുറച്ചുകൂടി ഒന്ന് ഇത് രാവിലെ നമ്മൾ വന്ന് ഇതെല്ലാം വാങ്ങി ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നതാണ്. വാങ്ങി അങ്ങ് പോകാം എന്നുള്ള ഒരു ഇതിലായിരുന്നു വന്നത്. ഈ ഓൾട്രേഷൻ ഉള്ളത് കൊണ്ടായിരുന്നു. അത് ഫുള്ള് അഴിച്ച് തന്നെ, അത് പ്രിൻസസ് കട്ടൊക്കെയാണ്, അടിയിൽ ലൈനിങ്ങും എല്ലാം കൂടെ ഓവർലോക്കും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് അഴിച്ച് തന്നെ ചെയ്യണം എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അങ്ങനെ ചിലവ് ചില്ലറയല്ലായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് രാവിലെ വന്ന് മേടിക്കാം എന്നുള്ള ബെഡാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്നുള്ള അവസ്ഥ വന്നു. അപ്പം വൈകിട്ടൂടെ ഉണ്ടായിരുന്ന ആൾ ഭയങ്കര മദ്യപിച്ചായിരുന്നു. റിസപ്ഷനുണ്ടായിരുന്ന ആൾ ഭയങ്കര പരിപാടിയൊക്കെയായിരുന്നു. അതിനുശേഷം ചോദിച്ചപ്പം ഒരു ബെഡ് എടുത്ത് തന്നു. അതിൻ്റെ അവസ്ഥ ഏതാ, നമ്മൾ ലുങ്കിയൊക്കെ വിരിച്ചാൽ ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു മനുഷ്യനുണ്ടാവരുത്. പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചതുപോലായി. ബാത്റൂമെല്ലാം കണ്ടില്ലേ, ഇതുപോലൊരു അവസ്ഥയാണ്. ഇവിടെ നമുക്ക് ആകെ പെട്ടുപോയതെന്താണെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ റൂം വേണം എന്നുള്ളത് കൊണ്ടും വേറെ ഒന്നും കിട്ടാതെ മേഘ്മേ ട്രിപ്പിലും ഗോയബീബിലൊക്കെ നോക്കിയിട്ട് എവിടെയും കിട്ടാതെ എല്ലാം ഫുള്ളാണെന്നും കണ്ടതുകൊണ്ട് മാത്രം വന്ന് എടുത്തു പോയതാണ്. AC ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ AC-യിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാം രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇവിടുത്തെ അവസ്ഥ ഏതാ, AC ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായില്ല, ഉറങ്ങിയിട്ടില്ല. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞിട്ട് മെഴുകുതിരിയൊക്കെയായിരുന്നു കൊണ്ടെത്തുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ രാത്രി ഇവിടുത്തെ റിസപ്ഷനിലുള്ള ആൾ വന്നിട്ട് നമ്മുടെ ഒരു നോക്കിയിട്ട് പറയുന്നു. രാവിലെ അത് കിട്ടിയിരുന്നെങ്കിൽ വൈകുന്നേരത്തെ ട്രെയിനിലങ്ങ് പോയേനായിരുന്നു. ഇത് ശരിക്കും അധികം ചിലവുമാണ്. ബെഡ്ഷീറ്റ് കിടന്നതിന് ശേഷം സ്റ്റിച്ചിങ്ങായിട്ട് ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി അത് മരുന്നൊക്കെ ഇട്ടതാണ്. അതാ ഉച്ചയ്ക്ക് കിടന്നതിന് ശേഷം രാത്രി ഉറങ്ങാനായിട്ട് ബോധമില്ലാതെ ഉച്ചയ്ക്ക് മയങ്ങിപ്പോയല്ലോ. ഉറക്കത്തിൽ വളിച്ചു വാങ്ങി ഇങ്ങനെ ചോറിന് വൈകുന്നേരം ആയപ്പോൾ നല്ല റെഡിഷായി. സ്പീഡില്ലാത്തൊരു ഫാൻ, കുളിച്ചു വന്നതാണ്. മെഴുകുതിരി കത്തിച്ച് ഇപ്പൊ കുളിച്ചു കയറിയതേ ഉള്ളൂ, മുടിയോലും ഉണങ്ങിയിട്ടില്ല. എത്ര കുളിക്കുക. അതൊക്കെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആർക്കും അബദ്ധം പറ്റാതിരിക്കുമല്ലോ അവിടുത്തെ ഫുഡിൻ്റെ വൃത്തിയും ടേസ്റ്റും പൈസ കുറവുമൊക്കെ. അത് പറയും. പിന്നെ അതല്ല ഈ വ്ളോഗ് ഏറ്റവും നല്ല വ്ളോഗേഴ്സിൻ്റെ ഇത് കണ്ടിട്ട് ഇതുപോലെ റൂംസും കാര്യങ്ങളൊക്കെ സാധാരണ GMPCയുടെ ഐത്തനോടെ ഞാൻ റെസ്പോൺസിൻ്റെ കാര്യം പറയുന്നത്. പുള്ളിയാകുമ്പോൾ കറക്റ്റായിരിക്കും പറഞ്ഞു തന്ന കാര്യം. പക്ഷേ ഈ വ്ളോഗേഴ്സിൻ്റെ കണ്ടിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം എല്ലാ സ്ഥലത്തും പോയി കൊളാബ് ഉണ്ടാക്കിയിട്ട് എത്ര വൃത്തി കെട്ടതാണെങ്കിൽ ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേനയാണ് കുനെയെന്ന് പറയും. ഈ വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ തെണ്ടികളുണ്ട്, കുറേ ഫോൺ എടുത്തോണ്ടൊക്കെ തുടങ്ങും. ഫുള്ള് കൊളാബ് ഉണ്ടാക്കിയിട്ട് വായി വയ്ക്കാൻ കൊള്ളാത്ത ഫുഡാണെങ്കിലും ശരി ഭയങ്കര ടേസ്റ്റും മറ്റതും മറിച്ചതും എന്നൊക്കെ ആയിരിക്കും പറയും. അതേപോലെ റൂംസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതാണ് ഏറ്റവും വലിയ നല്ല വ്ളോഗേഴ്സ് ആയിരുന്നു നോക്കിയിട്ട്. അതേപോലെ ലോ ബഡ്ജറ്റിലുള്ളതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വ്ളോഗേഴ്സ് ചീപ്പസ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നാൽ നന്നായിട്ടുള്ള നല്ല വൃത്തിയും ഹൈജീനും ആയിട്ടുള്ള ഫുഡും ഇതുമൊക്കെ. അപ്പോൾ 7 സ്റ്റാർ 5 സ്റ്റാറിന് വേണമെന്നില്ല, നല്ലൊരു സാധാരണ ഒരു നോർമൽ മനുഷ്യന് ഉള്ള ഒരു വൃത്തിയും അത്രയൊക്കെ മതി. അങ്ങനെയുള്ളതൊക്കെ ഇത് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുക, എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും നല്ല വ്ളോഗേഴ്സ് ഉണ്ട് നോക്കിയിട്ട് ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ തന്നെ വീഡിയോയുടെ അടിയിൽ ഓരോരുത്തരും ഓരോ നാട്ടിലൊക്കെ ഉള്ള നല്ല നല്ല സംഭവങ്ങൾ കമൻ്റായിട്ട് ഇടണമെന്ന് ഞാൻ പറയാം. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും. ഞാൻ അതുപോലെ പല ഗ്രൂപ്പിൽ നിന്നും പല ആൾക്കാരുടെ കമൻസിൽ നിന്നൊക്കെ നൽകുന്ന സാധനങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നമുക്ക് അവിടെ പോകുമ്പോൾ ആ ഹോട്ടലിൽ പോകാലോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോഴത്തേ അവിടെ സ്റ്റേ ചെയ്യാലോ, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ കയറാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ പിന്നെ സത്യസന്ധത ഇല്ലായ്മ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ കുളിച്ച പാതി കുളിക്കാത്ത പാതിയായിട്ട് ശ്രീകൃഷ്ണസ്വാമി തൊട്ടപ്പുറം ടെമ്പിള്, ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. അപ്പം
താമസിച്ച റൂമിൻ്റെ ഒന്ന് തൊഴുതിട്ട് പോടാ. സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ. എപ്പോഴും ഞാൻ അതിലേ പോകുമ്പോഴൊക്കെ ഞാൻ അവിടെ നിന്ന് അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. കുറി മേടിച്ചു സന്തോഷത്തോട് കൂടിയിട്ട് പോവാം. ചെറുതിലെ തൊട്ട് എനിക്ക് കുറി ഇടുന്നത് ഭയങ്കര ഇഷ്ടമില്ല. ഞാൻ നാട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരും അമ്പലത്തിൽ പോയാലും കുറി കൊണ്ടുവരും. ക്ലാസ്സിലെ എല്ലാവരും ഇടുകയും ചെയ്യും. തൊട്ടപ്പുറത്തായിട്ടാണ് മുല്ലപ്പൂ. സാധാരണ ഞാൻ ഈ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം ഇഡ്ഡലി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് പക്ഷെ മുല്ലപ്പൂ ഇടാൻ പറ്റിയ ഒരു കോസ്റ്റ്യൂമല്ലല്ലോ, ചൂടാൻ പറ്റിയൊരു കോസ്റ്റ്യൂമല്ല. എന്നാലും എനിക്ക് മുല്ലപ്പൂ എവിടെ കണ്ടാലും ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. മുല്ലപ്പൂവിൻ്റെ ഒരു പ്രാന്തിൻ്റെ ഒരു കഥ ഈ വീഡിയോയുടെ അവസാനം, നമ്മളുടെ ഈ യാത്രയുടെ അവസാനമുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞ് ഇരുന്ന് ട്രെയിനിൽ മധുര തൊട്ട് ട്രിവാൻഡ്രം വരെ രാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞ് കെട്ടിയത് പോരാഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് മുല്ലപ്പൂ കെട്ടലായിരുന്നു പണി. അത്ര പ്രാന്താണ് എനിക്കെന്ന്. മുല്ലപ്പൂവിൻ്റെ മണവും ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ് കേട്ടോ. ഏതൊരു പെർഫ്യൂമിനെക്കാട്ടി മുല്ലപ്പൂവിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയും മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വാങ്ങിച്ചൊന്നുമില്ല, കാരണം ഞാൻ നമ്മൾ ഒരു ട്രാവലിംഗല്ലേ, അപ്പോൾ അത് കാരണം വെച്ചെങ്ങും പോകുന്നില്ലല്ലോ, അത് കാരണം വാങ്ങിയൊന്നുമില്ല. പക്ഷേ എന്നാലും അവിടെ നിന്ന് പിന്നെ ആ ചേട്ടനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ. പിന്നെ ഈ കാണുന്നത് കുടുംബശ്രീയിലെ ചേച്ചികൾ കൊണ്ടുവന്ന് വിൽക്കുന്ന പച്ചക്കറികളാട്ടോ. എല്ലാം നാടനാണ്, ഇഞ്ചിയൊക്കെ നാടനാണ്. പക്ഷേ എല്ലാം കൂടി ഞാൻ എങ്ങനെ വാരിക്കെട്ടി ഇതാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും അതുകൊണ്ടല്ലായിരുന്നെങ്കിൽ അത് നാടൻ ഇഞ്ചി, അത് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. കാരണം വീട്ടിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നുണ്ട് ഇഞ്ചി വിളവെടുക്കുമ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മളെ വീട്ടിലൊന്നും വിളവെടുക്കുന്ന സാധനം പുറത്തു കൊടുത്താലൊന്നും വലിയ വിലയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിച്ച അതൊന്നും കിട്ടൂല കേട്ടോ. ദോശയും ചെറിയ തട്ടുകട കണ്ടാൽ വലിയ സംഭവമായിട്ട് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മിക്കൽ റെസ്റ്റോറൻറ്റ്. ഇവിടെ വരുമ്പം ആകെ പൈസ മുതലാവുന്നൊരു സ്ഥലം അമ്മിക്കൽ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ മീൻ പൊരിച്ചതിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ്. ചീപ്പ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെറും 30 രൂപ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കിയേ. ഫിഷ് കറി മീൽസിനൊക്കെ തന്നെ വെറും 100 രൂപയാണ് അവരവിടെ മേടിക്കുന്നത് തന്നെ. ഫിഷ് കറി, ഫിഷ് ഫ്രൈ എല്ലാം കൂടിയുള്ള മീൽസിന്. എല്ലാ സൈഡ് ഡിഷസൊക്കെ അടിപൊളിയാക്കും, ഒരുപാടുണ്ടാവും. എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കില്ല. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ ടൈം 5 ആയി തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ, ഈവനിങ്ങിലായിട്ട് എത്തിയത്. കാരണം റൂമിൻ്റെ നല്ല അവസ്ഥ കാരണം ഉറക്കം നല്ല സുഖമായിരുന്നല്ലോ. അതുകൊണ്ട് അന്ന് പറയുന്നത് നമ്മൾ ഈ ഉറക്കം ശരിയല്ലെങ്കിൽ എല്ലാം നമ്മളെ ബാധിക്കുമെന്നുള്ളത്. എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ടായിരിക്കും. ഇതിലെല്ലാ സംഭവവും ലേറ്റായത് കാരണം ഉച്ചയ്ക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. ലേറ്റായത് കാരണം എല്ലാ കാര്യവും അതേപോലെ നമ്മളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഒരു ചെറിയൊരു ടീ കൗണ്ടറുണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം കണ്ടു, ഇലയട. പക്ഷേ അതിൽ അവിലുണ്ടായിരുന്നു, അതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ തന്നെ ഇതാ ചിക്കൻ ബിരിയാണി. പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണി വേണ്ട, അത് കാരണം ഞാൻ മീൽസ് പറഞ്ഞു. മീൽസ് വന്നു. ഈ മീൽസ് വരണതിന് മുമ്പായിട്ട് അവിടെ നമ്മൾ ചെന്ന് ചോദിച്ച സമയത്ത് മീൽസ് ഇല്ലായിരുന്നു എന്നായിരുന്നു. 6 മണിയായിരുന്നു കൂടെ ചോറ് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് അമ്മിക്കല്ലിലോട്ട് വന്നതാണ്. ഇവിടെ വരുമ്പോഴൊക്കെ വരുന്നത് ആകെ ഒന്ന് വായിക്ക് നമ്മുടെ വീട്ടിലെ ഫുഡ് കണക്ക് ഒന്ന് വായിൽ വെച്ച് കഴിക്കാൻ കിട്ടുന്ന ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഇത്. അപ്പോഴത്തേക്ക് തീർന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി നമ്മൾ ഇന്നലെ കഴിച്ച തട്ടുകടയിൽ പോയി 3 പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ വാങ്ങി വന്നത്. ചിക്കൻ ഫ്രൈന്ന് 3 പൊറോട്ടയൊക്കെ വാങ്ങി വന്നതാണ്. എനിക്ക് ഇന്നലെ തീർന്ന ചട്നി ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ വന്നപ്പോൾ അവരിവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കിന്. നിനക്ക് സ്പെഷ്യലായിട്ട് ചെയ്താ ചോറ് തണുപ്പോയി കറിയുന്നില്ലെങ്കിലും പക്ഷേ കൊള്ളാം. ഇവിടെ പിന്നെ ഉപ്പും ചോറ് വേണമെങ്കിലും വിശ്വസിച്ച് കഴിക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം എന്ത് ചെയ്യും? ബാക്കി ചോറ് പാഴ്സൽ ചെയ്യണം. ഞാൻ ഉണ്ടല്ലോ, അപ്പോൾ എന്തിനും ഭയം. ഞങ്ങൾക്കെല്ലാം പോവോ? ബിരിയാണി ആണോ? ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ഉച്ചയ്ക്ക് നല്ല ചൂടോടുകൂടി കിട്ടുമ്പോഴായിരിക്കും കഴിഞ്ഞല്ലോ. ഓക്കെ, നല്ല അടിപൊളി അടിപൊളി. അടുത്തെന്താ പരിപാടി? അടുത്തത് വർക്കല ഒന്ന് കറങ്ങാം. അത് പോയി വന്നിട്ട് കറങ്ങാം.
ബീച്ചിൽ എന്തായാലും നേരം വഴിയിൽ വേറൊരു പ്ലാൻ ഉണ്ട്. സമ്മതിക്കോ നീ? സമ്മതിക്കോ? കന്യാകുമാരി പോയാലോ? കന്യാകുമാരി. ആ പോയത് കറങ്ങിയിട്ട് നാളെ വരാം. നാളെ തിരിച്ചു വരാം. നാളെ വൈകിട്ട്. എനിക്ക് നിനക്കൊക്കെ ഒരു തുണിയുള്ളൂ. എനിക്കുമില്ല. എനിക്ക് ഞാൻ ഇട്ട ഡ്രസ്സും വേറെ ഡ്രസ്സും മാത്രമേ ഉള്ളൂ. മതി, അത് മതി. തുണി മണിയൊക്കെ കെട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല. പല സ്ഥലത്തും പോകണമെന്ന് പറഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല. ഇപ്പം പോയാൽ പോയി. നീ ഓക്കെ ആണെങ്കിൽ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകാം. അവളെ നമുക്ക് അല്ലാതെ വെക്കേഷനും ഉണ്ടോ? ആ അവള് ഊട്ടിയൊക്കെ പോയില്ലേ? പോയാലോ? ദൂരെയൊന്നും അല്ലല്ലോ, ഒരു ജില്ല അപ്പുറത്തല്ലേ. 1.5 അമൃതപുരിയാണ് 1.5 മണിക്കൂർ കൊണ്ട് എത്തുമായിരുന്നു. നാഗർകോവിൽ എത്തുമായിരുന്നു. എന്തായാലും ഉള്ള ഡ്രസ്സ് മതി, ധാരാളം മതി. പോയാലോ? നോക്കട്ടെ. അങ്ങനെ എനിക്ക് ഇപ്പം അണ്ടർ സ്കർട്ട് വാങ്ങിച്ച സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. സാരി ഉണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാനാ? അവിടെ ഏത് അമ്പലം ഉള്ളത്? അവിടെ കന്യാകുമാരിയിൽ. പിന്നെ കന്യാകുമാരി ക്ഷേത്രം അല്ലാതെ വേറെ ഏത്? കന്യാകുമാരി പോയിട്ട് അമ്പലത്തിലൊന്നും പോയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്. കന്യാകുമാരി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിന്റെ പേരല്ലേ? ക്ഷേത്രത്തിൽ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ സ്വയംവരെന്ന് അണ്ടർ സ്കർട്ട് മേടിക്കാം. ഏതെങ്കിലും ഫാൻസി കുപ്പികളെ ഞാൻ പ്രാർത്ഥന വരെ ഊരി വെച്ചിട്ടാണ് വന്നത്. ഇത് ഊരി വെച്ചിട്ടാണ് പിന്നെ അങ്ങോട്ട് കിട്ടുക. ട്രെയിൻ ആയതുകൊണ്ട് എങ്ങാനും ഉറങ്ങിപ്പോയിട്ട് ആരെങ്കിലും വേറെ ഒന്നും പറ്റും. അത്യാവശ്യം കുപ്പികളെ അടിക്കാം. ഒരു സെറ്റ് കുപ്പികളെ അടിക്കാം. പക്ഷെ ഒരു മുണ്ട് നേരിയത് എടുത്ത് വെച്ചിരുന്ന അദ്ദേഹം എവിടെ പോയാലും ചുമ്മാ എടുത്ത് ഇങ്ങനെ മുണ്ട് നേരിയതൊക്കെ എടുത്ത് വയ്ക്കില്ല. അവിടുത്തെ പുളിശ്ശേരി ഒരു രക്ഷയില്ലാത്ത പുളിശ്ശേരിയാണ്. ഈ പുളിശ്ശേരി ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് സമയമുണ്ടായിരുന്നു. തിരിച്ചു വന്ന് എല്ലാം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ അവിടെ പുളിശ്ശേരി റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞിട്ട് പുളിശ്ശേരി ഹോട്ടലോ പുളിശ്ശേരിക്ക് പേര് കേട്ട സ്ഥലമാണെന്നും പറഞ്ഞിട്ട് പോയി മേടിച്ചപ്പോഴത്തേക്കാണ് എടുത്ത് കിണറ്റിലെറിയാൻ തോന്നിയത്. അത് കിണറ്റിലല്ല, കാട്ടിലെറിയാൻ തോന്നിയെന്ന് പറയണം. ഈ പുളിശ്ശേരിയായിട്ടൊന്ന് താരതമ്യം ചെയ്യണം. കാരണം സ്പെഷ്യലൈസ്ഡ് ചെയ്ത കടയിൽ നിന്ന് മേടിച്ചതാണ് അത് പുളിശ്ശേരിക്ക്. പക്ഷെ ഇവിടുത്തെ അമ്മിക്കല്ലിലെ പുളിശ്ശേരി ഉണ്ടല്ലോ, പുളിശ്ശേരി മാത്രമല്ല എല്ലാം ഒന്നിനൊന്നും വെച്ചോ ഭയങ്കര എന്താ പറയുക. വീട്ടിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലെ ഏകദേശം ടേസ്റ്റ് ഇതുപോലെയാണ്. അതേപോലെ ഇഞ്ചിപ്പുളിയൊക്കെ അടിപൊളി. ഇവിടെ വരെ ഒരു ലോകം വേണം നടക്കണം. അങ്ങ് അറ്റ വരെ റെയിൽവേ സ്റ്റേഷന് കഴിഞ്ഞിട്ട് അങ്ങ് അവിടെ വരെ നടന്നിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മുതലാളി അപ്പുറത്ത് ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ഈ ഹിന്ദി ചെക്കന്മാരും ഒരു മലയാളി ചെക്കനുണ്ട്. അപ്പോൾ അതിൽ അവന്മാർക്ക് ഇന്ന് മനസ്സിലായി ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് പൊറോട്ട ചോദിച്ചു. ഞാൻ എനിക്ക് ലൈവ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ലൈവ് എല്ലാവരും പഠിച്ചു വെച്ചതാണെന്ന് ഹിന്ദിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടാക്കി ഞാൻ ചെന്നപ്പോൾ തന്നെ കല്ല് അങ്ങനെ ചൂടാക്കി കിടക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ലൈവ് വരാക്കൂല. ഇത് മുതലാളിയാണെങ്കിൽ കുഴപ്പമില്ല. ഹിന്ദി ചെക്കന്മാർക്ക് ഭയങ്കര അഹങ്കാരമോ അല്ലെങ്കിൽ മുഖം കണ്ടാൽ തന്നെ ഒരുമാതിരി വേണമെങ്കിൽ മേടിച്ചിട്ട് പോയിക്കോന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് അവന്മാർ തന്നെ എൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ ഈ ചെറുക്കൻ ചോദിച്ചു ഒന്ന് ഞാൻ പറഞ്ഞു വേറെ പുതിയതൊന്നും ഉണ്ടാക്കി തരണ്ട, ഇരിക്കണതൊന്ന് ചൂടാക്കി മറ്റേ കാസ്ട്രോളിൽ ഇരിക്കണതൊന്ന് ജസ്റ്റ് കല്ല് തിളച്ചെടുക്കാം, ഒന്ന് അതിലിട്ടൊന്ന് ചൂടാക്കി മറിച്ചിട്ടൊന്ന് തന്നാൽ അതേപോലെ അവന് പറ്റൂല എന്നാണ്. അപ്പോൾ ഈ ചെറുക്കാൻ കൺഫ്യൂസായി. അവന്മാർ ഇങ്ങനെയാണ് ചോദിച്ചു, ഇങ്ങനെയാണ് സ്വഭാവം ഒന്ന് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം. ഞാൻ അപ്പോൾ തന്നെ ആ കാസ്ട്രോള് പറഞ്ഞെടുത്ത് 3 എടുത്തിട്ട് ആ കല്ലിലോട്ടിട്ട് ആരും ചോദിച്ചില്ല. കല്ലിലോട്ടൊക്കെ ഇട്ട് ചൂടായി കിടക്കുന്ന കല്ലിലോട്ടിട്ട് മറിച്ചിട്ട്. അപ്പോൾ മറ്റേ മലയാളി പയ്യെ ഇതാക്കി ഞാൻ പറഞ്ഞ ലേശം അവിടെ ഇങ്ങനെ തിരിയണം പിന്നെ ജസ്റ്റ് ഇതാക്കാൻ പറഞ്ഞു, സ്പ്രെഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ ചെയ്തു. എന്നിട്ട് അപ്പോൾ അവൻ്റെ കൈ ചട്ട് വെക്കണം. അവൻ തന്നെ മറിച്ചിട്ട് അങ്ങനെ ഞാൻ കൈ കൊണ്ട് പുറത്ത് മറിച്ചിട്ടിട്ട് പാഴ്സൽ വാങ്ങിയിട്ട് പോകുന്നു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? പൊറോട്ട മാസ്റ്ററായി. പൊറോട്ട മാസമായിരുന്നു. ഞാനും പൊന്നും കൂടി ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കി പൊന്നോട് ചോദിച്ചാൽ കഥ പറ്റി പറഞ്ഞു തരും. പൊന്നോട് ഭയങ്കര മെമ്മറിയാണ്. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും അവള് ഇപ്പം ഇന്നലെ ആരുടെ വീട് കണ്ടപ്പോൾ അമ്മയും നമ്മൾ ആലുവേല വീട് കണക്ക് അവളുടെ ഫ്രണ്ട് സുധാനയുടെ വീട് നമ്മൾ ആലുവേല വീട് കണക്ക് ഭയങ്കര വലിയ വീടാട്ടോ അവരുടെ വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചത് അതൊക്കെ 3 നല്ല പഠിക്കുകയാണ് ആ സമയത്ത്. ഭയങ്കര മെമ്മറിയാണ് എല്ലാ കാര്യത്തിനും. അത് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മറന്നിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് ഓർമ്മ ഭയങ്കര സൗണ്ട് ഈ മ്യൂസിൻ്റെ ഏതെങ്കിലും സാധനം മതി.
അങ്ങനെ ആദ്യ യാത്രയുടെ തുടക്കം അമ്മിക്കല്ലിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളതായിരിക്കും. എടുത്ത തീരുമാനമാണ്. ഒരാഴ്ച പോയി വന്നതിൻ്റെ തുടക്കം തീരുമാനമെടുത്തത് അവിടെ നിന്നായിരുന്നു. ആകെ ഒരു 4 ജോഡി ഇന്നർവെയറും ഉണ്ട്, 1 ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു. കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ മരണ വഴിയെ തൊട്ടപ്പുറത്തെ ഫുട്പാത്തിൽ 2 ചെരുപ്പുമായിരുന്നു, ഇപ്പുറ ചെരുപ്പുമായിരുന്നു. കാരണം വേറെ ഒന്നും സാധാരണ ചെരുപ്പിടാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം 2 സ്ലീപ്പർ മേടിച്ചു. അത് കാലിന് മുള്ളുള്ളതാണ്. ഇത് മതി, മുള്ളുള്ള മതി. ശരിക്കും മുള്ളുള്ളതാണ്. ആ മുള്ളുള്ള മതി. സുഖം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയ തുച്ഛമായ പൈസ ഉണ്ടായിരുന്നു. ഒന്നിന് 100 രൂപ അങ്ങനെ എണ്ണം വാങ്ങിയത്. അതായിരുന്നു ആദ്യത്തെ പർച്ചേസ്. വേറെ ഒന്നുമില്ല. പിന്നെ ഓരോന്നായിട്ട് 7 ഇങ്ങനെ മേടിച്ചതായിരുന്നു. നമുക്കൊരു ഇതുണ്ടായിരുന്നില്ലല്ലോ, ഒരു പ്രീ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലോ പോക്കിന്. അത് മതി, ബ്ലാക്ക് എടുക്കാം. സീരിയസ്ലി പറഞ്ഞതാ. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും 50 രൂപ. എത്ര എണ്ണം മേടിച്ച്? 2 എണ്ണം. നിനക്കൊന്നും എടുക്കുന്നുണ്ടാവും. 50 രൂപ വാങ്ങിക്കും. അതൊക്കെ കൊള്ളാം. വൺ ടൈം എന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസ് അല്ല കേട്ടോ. അത് നല്ല ക്വാളിറ്റി പാറ്റേണായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ വെച്ച് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയാന്ന്. അതൊക്കെ എന്താ, ക്രോക്സ് ഒക്കെ എന്താ വില? ക്രോക്സ് അല്ലെങ്കിലും ക്രോക്സ് ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ആ കാശ് കൊടുത്തെടുക്കാൻ മാത്രമല്ലല്ലോ. ഓക്കെ, അതെന്താ വില ക്രോക്സിൻ്റെ? 200. എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല വില കുറവാണ് കേട്ടോ. എറണാകുളത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല വില കുറവാണ്. നല്ല കട്ടിയുള്ള കോഫിയില്ലേ, ശരിക്കും നമ്മൾ കാപ്പിപ്പൊടിയിൽ പെട്ടെന്ന് തീരുമാനിച്ച കന്യാകുമാരി. പെട്ടെന്ന് ഡ്രസ്സ് ഇല്ല, അപ്പോഴത്തേക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത സ്ഥലം ബ്ലൗസ് കിട്ടി. അപ്പോൾ അതിൻ്റെ തന്നെ വിത്ത് സാരി അതിലുണ്ടായിരുന്നു. ആ സാരി എടുത്തു. അപ്പം ഇടച്ചുകൂടെ കോഫി ഇല്ല, പക്ഷെ അവിടെ ഇരിപ്പുണ്ട് കുറച്ചുകൂടി. എടുക്കുക തൽക്കാലം. തൽക്കാലം എടുക്കാൻ സാരിയുടെ മാച്ചിങ് ആവണ്ടേ. ഈ തട്ടിക്കൂട്ടി ഒരു അണ്ടർ സ്കേർട്ട് മേടിച്ച് അതായിരുന്നു കഴുകി ഉണക്കി ഒരാഴ്ച യൂസ് ചെയ്തത്. ശരിക്കും കോഫിയുടെ അതേ സെയിം കളർ. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. റേറ്റും അങ്ങനെ ഭയങ്കര കത്തി റേറ്റായിട്ട് എനിക്ക് തോന്നിയതുമില്ല. നോക്കിയ സമയത്ത് അത്യാവശ്യം ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സ്കേർട്ടുകൾ ഒരുപാട് അത്യാവശ്യം നല്ല നല്ല സെലക്ഷൻ ഉണ്ട്. വർക്കല പോലത്തെ ഒരു സ്ഥലത്ത് ഇതൊരു വർത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽസ്. ഞാൻ ഒരു അണ്ടർ സ്കേർട്ട് എടുക്കാൻ കയറിയതാണ്. ഇത് ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് അല്ല കിട്ടുന്നതാണ്. കോട്ടണിലുള്ളതാ. ആ കോട്ടൺ. ബാക്കി പ്ലെയർ ഉണ്ടല്ലോ, താഴോട്ട് പ്ലെയർ ഉണ്ടല്ലോ. ഇതാണ് കറക്റ്റ് കളർ. അതാണ് ഇതെന്താ അത്രേനെ ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി. ഇതെന്താ റേറ്റ്? അത് 200 സംതിങ്. ആ തുണിയുടെ അത്രയും ക്വാളിറ്റി ഇല്ല. ഇവിടെ ചെന്നാൽ ട്രയൽ റൂം പറ്റില്ല. ഞാൻ ഇനി ഒരു കണ്ടോ എനിക്ക് തോന്നി, ഞാൻ ഇടുമ്പോഴേ തോന്നി. ചേച്ചി മാത്രം ആദ്യമായിട്ട് അൺസ്കർട്ട് ഇന്നർ വേറെ അങ്ങോട്ട് മൂലയിൽ ഇങ്ങോട്ട് വരെ ചിലപ്പോൾ ചേച്ചി മാത്രം അണ്ടർ സ്കേർട്ട്. സെറ്റ് സാരിയാണോ ഇത്? സെറ്റ് സാരി മുണ്ട് വേണോ? ഡബിളാ സിംഗിളാ? സിംഗിൾ അല്ലേ? യെസ്. പേരെന്താ? ഷമീം. താങ്ക് യു. എന്തായാലും വന്ന് മിണ്ടിയല്ലോ. വന്ന് മിണ്ടിയല്ലോ. ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് മിണ്ടിയല്ലോ. സാധാരണ അങ്ങനെയല്ല, വന്നിട്ട് കമന്റ് ഇടുക. ഇന്ന ആളിനെ ഇവിടെ വെച്ച് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് കമന്റ് ഇടുകയുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് മിണ്ടാത്തതെന്ന്. പേടിച്ചിട്ടാണെന്ന്. എന്തിനു പേടിക്കുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷമല്ല. നിങ്ങൾ എന്നെ തിരിച്ചറിയുമ്പോൾ എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഇവിടെയാണോ നാട്? വർക്കലയാണോ? നടക്കാൻ പറ്റൂലോ? നടന്നു ജസ്റ്റ് പറ്റും.
ഞാൻ ഇതുവരെയും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നല്ല നാടൻ നമ്മുടെ കോട്ടൻ്റെ അണ്ടർസ്കേർട്ട് അല്ലാതെ ഷേപ്പ് വെയേഴ്സ് ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ഈ ഫിഷ് കട്ടിന്റെ സ്കേർട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇനി അക്കൗണ്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു. ഇത് കറക്റ്റ് സൈസ് അല്ലേ? ഇത് ഫ്രീസ് ചെയ്തേ ആണല്ലേ? നമുക്ക് അത്യാവശ്യം അസറ്റുകളും ഫ്രീ സൈസും കറക്റ്റ് ഷേപ്പ് അതാണല്ലേ ഇതൊരെണ്ണം. ഇതിൽ ഈ കളർ ഇത് തന്നെയല്ലേ ഉള്ളൂ. ചേച്ചി ഡാർക്ക് വേണമെന്നുണ്ട് അതെടുത്തത്. അതന്നെ ഏറ്റവും ഡാർക്കാണ്. മഫ്ത ഇടാൻ വേണ്ടിയിട്ട് എടുത്തത്. 220 കുറച്ച് നല്ല മഫ്ത കണ്ടു. ഈ സ്റ്റോളില്ലേ ആ ടൈപ്പ് സ്റ്റോളാണ്, പക്ഷേ അത് മഫ്ത ഇടുമ്പോൾ നല്ല രസമുണ്ട്. മഫ്ത ഇടാനായിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്, സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കളറിലെ ഡ്രസ്സൊന്നും എനിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അടിപൊളി അടിപൊളി. ടെമ്പിൾ ഉണ്ട് അല്ല, വരണ വഴിക്ക് റോഡിൽ നടന്നു വരണ വഴിക്ക്. അപ്പൊ എല്ലാരും ഇപ്പൊ കുളിയൊക്കെ കഴിയാന്നില്ല, അപ്പൊ എല്ലാരും പോയിട്ട് ഇതാക്കണം. അപ്പൊ ഞാനും പോയിട്ട് കാറ്റടിക്കുമ്പോ നല്ല കൂളിങ്, നല്ല കൂളിങ് കൊള്ളാവോ? കട്ടി ഇല്ലാത്തത് കാരണം അവളിട്ടോ? അല്ല അവളിട്ടോ? അപ്പൊ ഞാൻ ബാക്കിയുണ്ട്. അപ്പൊ നടന്നു പോയ അവനെയും കൂടെ വിളിച്ചിട്ട് അവനും കൂടെ ഒരെണ്ണം ഇട്ട് കൊടുത്ത്. നമുക്ക് എല്ലാവരും ഒരുപോലെ നോക്കിയപ്പോൾ വേറെ വേറെ കളറുകളുണ്ടായിരുന്നു. മെറൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും എടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കി. നല്ല ഭംഗിയുണ്ട് സാധനം, നല്ല രസമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ തന്നെ ഞാനൊരു ഹെയർ ഒന്ന് മറ്റേ ഇതായിട്ട് കെട്ടുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പോണിട്ടല്ല ഫ്രഞ്ച് റോൾ പോലെ അതുപോലെ എന്തെങ്കിലും ഒന്ന് ആ ലെവലിൽ കെട്ടോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സാധാരണ വെറുതെ ഒന്ന് വെച്ചപ്പോൾ നമ്മൾ എന്തൊരു ഭംഗിയാണ്. ബ്ലൂ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, ആഷ് ഉണ്ടായിരുന്നു, ഒരുപാട് കളറുകൾ, പിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്താണ് ഒരുപാട് കളറുകളുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇത് മഫ്തിട്ടല്ലോ എന്ന് തോന്നിപ്പോയി. ഭയങ്കരമായിട്ട് മേടിക്കണം. പക്ഷേ അത് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ H&M അല്ലെങ്കിൽ ബ്രാൻഡഡ് ഡ്രസ്സിൻ്റെ കൂടെ മഫ്ത ഇടുന്ന ഒരു അത് ഇതല്ല ഭംഗിയോ അല്ലെങ്കിൽ അതൊരു അതിനകത്ത് ചെയ്യാം. അപ്പോഴത്തേക്കും എന്താ ഇവിടെ സാരി ഇരിക്കുന്നുണ്ട്. വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 സംതിങ്ങിൻ്റെ പ്രതീതി വരും. ആ ഒരു ടൈപ്പ് മറ്റേ 400 രൂപ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ജയലക്ഷ്മി കല്യാണം പോലെ ഒക്കെ എന്തായാലും കിട്ടും 400 രൂപയ്ക്കൊന്നും. അപ്പോൾ അടിപൊളി സാരി. നമ്മളൊരു യാത്ര പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അടിപൊളി അതല്ല നല്ല കളറാണ്. ശരിക്കും വീഡിയോസിനും ഫോട്ടോസിനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടാവും. സെറ്റ് സാരിയുടെ പുതിയൊരു മോഡല് വന്നിട്ടുള്ളത് പല്ലൂല് മറ്റേ ഇതുണ്ട് ത്രെഡിൻ്റെ നല്ല സാധനം. അതേപോലെ തന്നെ ഞാൻ കയറിയ സമയത്ത് ശ്രദ്ധിച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷേ അവിടുത്തെ ഇവിടുത്തെ റേറ്റ് ടൈമിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതേ മെറ്റീരിയൽ അതേ ക്വാളിറ്റി എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് ശരിക്കും വിഷുവിന് നമ്മള് കാക്കനാടിന്റെ അടുത്ത് വെച്ച് നോക്കണമെങ്കിൽ എന്ത് ബെറ്റർ അല്ലേ ഇത്? എന്ത് ബെറ്റർ എന്നല്ല, നല്ല സാധനം. ഇതുപോലെ ഒരു ക്ലോത്ത് നമ്മൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും വെച്ച് നോക്കണമെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് ആവും. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു 1000 സംതിങ് അങ്ങോട്ടേ ഉള്ളൂ നമുക്ക്. 1775. ഇത് ശരിക്കും അല്ലാതെ യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഈ ഓണം വിഷു ഫെസ്റ്റിവൽ സമയം അങ്ങനത്തെ ഇതിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു ടോപ്പും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. നല്ല സാധനം. ഇതൊരെണ്ണം വരണം പൊന്നോ നൽകണം. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമുക്കൊന്ന്, കാരണം ഞാൻ ഉള്ളിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു സമയം ഇല്ലാത്തതുകൊണ്ടാണ് 2500 5000-നൊക്കെ ഒരാൾ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വീട്ടിലെ മുഴുവൻ ആൾക്കാർക്കും ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനം കിട്ടും. സാരി ഉൾപ്പെടെ സ്കേർട്ട് ഉൾപ്പെടെ കട്ട് പീസുകളാണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും. അല്ല ഇതെന്താ റേറ്റ് പറഞ്ഞു?
600 സംതിങ്ങേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അയച്ചുള്ളി മറ്റേ ഹൈ ബ്രാൻഡ് സാധനങ്ങളെ വെല്ലുന്ന സെയിം ക്ലോത്ത് ആട്ടോ. നല്ല GSM ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ഒരു കളർ എന്തായാലും പോകില്ല 100% ഉറപ്പാണ്. ഒരു സ്കേർട്ട് എടുക്കാൻ വന്നതാ, അവസാനം എടുത്ത് ബില്ലിംഗ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്രതീക്ഷിത യാത്രയിൽ ഒരു അണ്ടർസ്കേർട്ട് സമയമില്ലാത്ത സമയത്ത് അടുത്ത ട്രെയിനിൻ്റെ ടൈമിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു അണ്ടർസ്കേർട്ട് എടുക്കാൻ ഓടിക്കേറി വന്നത്. പക്ഷേ ഇത് കണ്ട ഫാഷൻ ഡിസൈനറായി ഞാൻ എങ്ങനെ ഇത് മറ്റുള്ളവരെ പരിചയപ്പെടുത്താതിരിക്കും? എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. എവിടെ നിന്ന് പോയി നല്ല ഫുഡ് എവിടെ കിട്ടും, നല്ല റെസ്റ്റോറൻറ്റ്സ് എവിടെയാണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ടെക്സ്റ്റൈൽസ് എവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് 5000-നും 10,000-നും എടുക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ അതേ ഇതിൽ തന്നെ ഇവിടുത്തെ ഓരോ ഡ്രസ്സും റേറ്റ് വെച്ചിട്ട് വർത്താട്ടോ. നമുക്കൊരു സാധനത്തിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. എനിക്കെല്ലാം മറ്റേ സാധനം എനിക്ക് വേറെ ടെക്സ്റ്റൈൽസിലൊക്കെ ഉണ്ടാവും. ഈ റേറ്റാണെന്ന് അറിയില്ല, മറ്റു സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ട്രയൽ നോക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് വിയർത്തത് കൊണ്ടും ബസ്സിലൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നാൽ പൊടിയൊക്കെ ഉണ്ടാവും ദേഹത്ത്. അത് കാരണമാണ് ഞാൻ ട്രയൽ നോക്കാത്തത്. അല്ലെങ്കിൽ ആ സാധനം വേറൊരാൾക്ക് ഇടേണ്ടതല്ലേ. അപ്പം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാതെ ഒരു സാധനം ഇട്ടിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ കൊണ്ടുപോയി ഇടേണ്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ട്രയൽ നോക്കാത്തത്. പിന്നെ സമയമില്ല. അടിപൊളി സാധനം, ഫോർമൽസ്. ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഒരുപാട് മെറ്റീരിയൽസും റെഡിമെയ്ഡും സെമി സ്റ്റിച്ചും അല്ലാതെ ആയിട്ടുള്ളൊക്കെ ഒരുപാട് സ്കേർട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാരണം ഓരോന്ന് നോക്കുമ്പോഴെല്ലാം ക്വാളിറ്റി ഉണ്ട്. ഈ പാൻസ് ഭയങ്കര വർത്താട്ടോ. എന്തായാലും ഈ ചെറിയ പ്രൈസിന് 1000, 2000, 3000 ഒന്നുമില്ല, വെറും 500, 600 സംതിങ് ആണ്ടേ ഇതുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്നേക്കെ പോലെ ഉള്ള ആൾക്കാർക്ക് 10 വർഷം 15 വർഷമൊക്കെ യൂസ് ചെയ്യും ഓരോ സാധനം. നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ലിനൻ ടൈപ്പ് പ്യുവർ ലിനൻ അല്ല, പക്ഷെ കാഴ്ചക്കുണ്ടോ ഏകദേശം നല്ല അതേ ലിനൻ, അതേ ക്വാളിറ്റി, അതേപോലെ വരുന്ന. പക്ഷെ ഇതൊക്കെ റെഗുലർ യൂസിനും പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ സാധനങ്ങളെല്ലാം. ഇത് അവരുടെ ഇപ്രാവശ്യം വന്ന സ്വീക്വൻസും ഇതൊക്കെ ത്രെഡ് വർക്ക് എല്ലാം കൂടി ചെയ്തിട്ടുള്ള പുതിയ സെറ്റ്സ് ആയിരിക്കും. ലഹങ്ക നല്ല വർക്കുള്ള ലഹങ്കയൊക്കെ ചുരിദാറിൻ്റെ ഒരുപാട് നല്ല സെലക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതൊരു ഗൗൺ ടൈപ്പായിട്ടുള്ളൊരു ചുരിദാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ. എന്നുവെച്ചാൽ അത്ര എമൗണ്ട് അത്രയേ ഉള്ളൂ. ഒരുപാട് നമുക്കിപ്പം ഒരു 10,000 രൂപയും കൊണ്ട് പോകുന്നവർക്ക് അത്യാവശ്യം നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ തന്നെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ നോക്കുമ്പോൾ സൗകര്യം അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാൾട്ട് ആൻഡ് പെപ്പറിൻ്റെ സ്കേർട്ട് കുറേ സാധനം അതിനകത്ത് കണ്ടിരുന്നു. സമയമില്ല. അല്ലെങ്കിൽ പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് വിയർപ്പും കൂടി ഉണ്ട്. നല്ല ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം വീണ്ടും ഫുഡ് നോട്ട് അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു. അത്ര അടിപൊളി സാധനമാണ്. കാരണം നമ്മൾ ഓടിച്ചാടി കയറി വന്നിട്ട് ഇതാക്കാക്കല്ലോ. കുറച്ച് സമയം എടുത്ത് വന്ന് ഓരോ സാധനങ്ങൾ ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നല്ല സാധനങ്ങളാണ്. ഇത് വർക്കല മനാഫ് ടെക്സ്റ്റൈൽസ് അല്ലേ? വർക്കലതാ മനാഫ്. നിങ്ങൾ വെഡിങ് സാധനങ്ങളും ഉണ്ടല്ലേ? വെഡിങ് സെന്റർ കടക്കലാണ്, സ്വദേശം അവിടെയാണ്. പക്ഷെ നമ്മൾ എറണാകുളം സെറ്റിൽഡ് ആയിരിക്കണം. ഇവിടെ പ്രസിഡന്റ് ജംഗ്ഷനിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുക, ഫിലിമിലെ കോസ്റ്റ്യൂം ഡിസൈനർ പുള്ളി സ്റ്റിച്ച് ചെയ്യുന്ന പുള്ളി ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കുറച്ച് സാധനം കൊടുത്തിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്നിട്ട് പുള്ളിയുടെ നിന്ന് കളക്ട് ചെയ്ത് പോകും. നല്ല പെർഫെക്റ്റ് ആയിട്ട് പുള്ളി സ്റ്റിച്ച് ചെയ്യും. പുള്ളിയുടേതാ ശോഭ ടെക്സ്റ്റൈൽ. ശോഭ അവിടെ ഇതാ ഇവിടെ പ്രസിഡന്റ് ജംഗ്ഷനിൽ. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ ഈ ടെക്സ്റ്റൈൽസ് കയറണൊക്കെ നല്ല നന്നായിട്ട് സ്റ്റിച്ചും ചെയ്യും. പക്ഷെ നല്ല റേറ്റും വലിയ അതായിട്ടുണ്ടായിരുന്നു. നോർമൽ മജസ്റ്റിക്. ഇതാണ് മനാഫ് ടെക്സ്റ്റൈൽസ്, വർക്കലയുള്ള മനാഫ് ടെക്സ്റ്റൈൽ. ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളല്ല. ഞാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡ് പോയതായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചെറിയ റേറ്റ് തോന്നുന്നു. ഞാൻ അതേ തുണിൻ്റെ വേറെ ടൈപ്പ് ഞാൻ എടുത്ത് കളർ ഭയങ്കര റേറ്റായിരുന്നു. അവസാനം നമുക്ക് കറക്റ്റല്ലേ അല്ലേ? ആ മെറൂണ് പിന്നെ ഞാൻ വേറെ ഇന്നർ വെയറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ എന്ത് ചെയ്താലും ഞാൻ അങ്ങനെ ഇരിക്കുള്ളൂ. അതിനായിട്ട് ഇനി സമയം മെനക്കെടുക്കും.
മറുപടി കാണില്ലല്ലോ. കറക്റ്റല്ലേ? കറക്റ്റല്ലേ? നന്നായിട്ട് ഫുഡും കൂടെ കഴിഞ്ഞപ്പോൾ വയറ് നല്ല ഡം പോലെ ഭയങ്കര തെപ്പ് കണക്കായി. ഒരാഴ്ച യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇത് നല്ല ജ്യൂസുമായി. എന്തുകൊണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് മറന്നതെന്ന് വയ്ക്കുന്നത് വരെ സാധനം ഇപ്പം കണ്ടതാണ്. അവിടെ ഒരു കാതിൽ കമ്മലില്ല. പുതിയ ട്രെൻഡ് എന്തോ ആണോന്ന് എനിക്കറിയില്ല. ആ ടേയ്, ഈ ഒരു കാതിൽ കമ്മലില്ലാത്ത ഇപ്പോഴത്തെ ട്രെൻഡ് വല്ലതും ആണോ? അറിയാത്തോണ്ടാ. കമ്മല് കളഞ്ഞു. എവിടെ കളഞ്ഞു പോയി? എവിടെ കളഞ്ഞെന്ന് എനിക്കറിയില്ല. എവിടെ കളഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പോയിട്ട് എടുക്കത്തില്ലായിരുന്നു. തഗ് മറുപടിക്കൊരു കുറവുമില്ല. തഗ് മറുപടികൾക്കൊരു കുറവുമില്ല. എന്താ ചെസ്റ്റിനുള്ളിലാണോ കമ്മൽ വെച്ചേക്കുന്നത്? ചെസ്റ്റിനുള്ളിലല്ല, ഞാൻ കിളി പോയെന്ന് തോന്നുന്നു. ആണ് ഞാൻ കളയാതെ എടുത്ത് പേഴ്സിൽ വെച്ചത്. അതാകുമ്പോൾ നല്ല വലുപ്പത്തിൽ എങ്ങനെ ഇരുന്നോളൂ. അവിടെ അമർന്നിരുന്നോളും, പിന്നെ എങ്ങോട്ട് പോകത്തില്ല. അയ്യോ പോയി കേട്ടാ, ആണീ പോയി. കമ്മല് പോയായിരുന്നു. എവിടെ പോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അതും കൊണ്ട് കളഞ്ഞു. ഇതിപ്പോൾ എത്രാമത്തെ കൊല്ലം? ഈ മാസം ഇല്ല, ഈ വർഷം കൊണ്ട് കളയുന്നത്? വേറെ എവിടെ എത്ര എണ്ണം കളഞ്ഞിട്ടുണ്ട് സ്വർണത്തിൻ്റെ അടക്കം? അമ്മാ, സെവനിയിൽ എത്ര എണ്ണം കൊണ്ട് കളഞ്ഞൊന്നും കളഞ്ഞില്ലേ? മറ്റേ നീല ജിമിക്ക് പൊട്ടിയത്. ജിമിക്കല്ല, സ്വർണം. ഇതിന്റെ ഒരെണ്ണം. ആ നീയാണ് കളഞ്ഞ. ഞാൻ നാട്ടില് അവളുടെ അനിയത്തിയുടെ സ്ഥലം ബാക്കിയില്ല ഇതാക്കാൻ നിൽക്കുന്ന ഇതിന്റെ സെപ്പറേറ്റ് അല്ലേ, നീയാണ് കളഞ്ഞത്. ഇത് ഞാനിവിടെ ഡയമണ്ട്, അതിന് പകരമാണ് ഞാൻ ഇതും കുത്തിക്കൊണ്ട് നടക്കണ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? പുതിയ ഫാഷൻ എന്നാ? നോക്ക്, ഈ കാറിലത് പോലെയാണ് ഈ കാറിലെന്ന്. അപ്പൊ അത് ഫാഷൻ അല്ലല്ലേ? ഇതെങ്ങനെ ഇവിടെ ഇതും ഇവിടെ ഇതുമായത്? അല്ല, നീ എന്ത് ചെയ്താലും ഫാഷൻ ഡിസൈനറായ നീ എന്ത് ചെയ്താലും അതിനൊരു ചന്തമുണ്ട്, ആനച്ചന്തം. എനിക്കറിയാം നീ എന്താ ചെയ്യണേന്ന്. എനിക്കറിയാം നീ ഇപ്പൊ എന്താ ചെയ്യണേന്ന്. കിട്ടൂല മോനെ, നിനക്ക് ഒരു സാധനവും കിട്ടൂല. പറയണില്ല. എന്നിട്ട് കമ്മല് കൊണ്ട് കളഞ്ഞത്. ഞാൻ മുരളിയേട്ടൻ്റെ അവിടെയാണ് ബ്ലൗസ് ഇടുന്ന സമയത്ത് ഞാൻ ഈ ഉടുപ്പ് ഇടുകയും ചെയ്തു. അപ്പോൾ ഒന്നുകിൽ അവിടെ ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് നീ നാരങ്ങത്തോടെ അതിലോട്ട് എടുത്തിട്ട് എന്തിനാ? ഒരു കാര്യം പറഞ്ഞത്, ഇത് മറന്നു. എനിക്ക് ഇവിടെ ഞാൻ ഇൻസ്റ്റയിൽ ലൈവ് പോയപ്പോഴാണ് കമ്മലില്ല എന്നുള്ളത് കണ്ടത്. കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ദിവസം എത്രയായി? അല്ലെങ്കിൽ നീ കണ്ണാടി നോക്കേണ്ട ആവശ്യം എന്താ? നിന്റെ കൈ വെച്ച് ഇങ്ങനെ നോക്കിയ മുഖത്ത് നിന്റെ കാലില്ലേ, കാലിൻ്റെ അടി എനിക്ക് ഞാൻ എൻ്റെ മുടി കോതൽ പലപ്പോഴും നിന്റെ കാലിൻ്റെ അടി നോക്കിയിട്ട് പറയാറുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ഇതിനൊന്നിനും മറുപടി പറയില്ല. നീ എങ്ങനെ ഇതായിക്കാലും ഞാൻ മറുപടി പറയില്ല. എനിക്കറിയാം എന്തിനാണ് പറയല്ലേ കാണിക്കല് കവറ്റ് നടത്തുന്നത്. അല്ല മോനെ, എനിക്ക് ഒരെണ്ണം കിട്ടിയത് ഇവിടെന്നാ. ഞാനിങ്ങനെ ഇതിങ്ങനെ നോക്കിയ സമയത്ത് അത് അങ്ങനെയാണല്ലോ. അപ്പൊ നീ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടല്ലേ കഴിക്കൂ? അവിടെ കൊടുത്തിട്ടല്ലേ ഇതിന്നാ കിട്ടിയേ. ഡാഡി ജിഗിജിയുടെ ഷോളൊക്കെ ഇട്ട് നടക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഹോട്ടലിൽ അല്ല മോളെ, ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്തോട്ടും ട്രെയിൻ, ഈ വർക്കല വലിയ ടൂറിസ്റ്റ് സ്പോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേസാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ടും ട്രെയിനും ഇല്ല, ബസ്സും ഇല്ല. രാത്രി 10 മണി. അല്ല, നിന്റെ നാടാണല്ലോ, ഐ മീൻ നിന്റെ ജില്ലയിലുള്ള സ്ഥലമാണല്ലോ. നീ കൊല്ലമാണോ ട്രിവാൻഡ്രാണോ എന്ന് അറിയാത്തോണ്ട് നിന്റെ ജില്ല എന്നിട്ട് പറയാനും പറ്റില്ല. ഇത് കൊല്ലം, ഇത് ട്രിവാൻഡ്രം, അങ്ങനെ ഞാൻ നിൽക്കണം. എനിക്ക് ഇങ്ങനെ ഈ ലൈൻ ഇത് കൊല്ലത്തും കാല് കാഴ്ച വെച്ച് ജയം കളിക്കണം. അതാണ് എന്റെ അവസ്ഥ. ഞാൻ ചെരുപ്പൊക്കെ മാറ്റി, പുതിയ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഈ ഉടുപ്പം കൂടെ ഒക്കെ മാറ്റിയാലോ എന്ന് വിചാരിച്ചു. വീഡിയോ വേണം അതില്. ഞാൻ ഇവിടെ വെച്ച് മാറ്റുന്ന കാര്യമല്ല പറഞ്ഞു, ഇത് മാറ്റിയാലോന്ന് പറഞ്ഞതാ. അല്ല, ഇപ്പൊ ട്രിവാൻഡ്രത്തോട്ട് വണ്ടി ചെയ്യണമെങ്കിൽ 2:45 ട്രിവാൻഡ്രത്തോട്ട് വണ്ടി വരണേ 2:45 കല്ലമ്പലം പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തോട്ട് ബസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കന്യാകുമാരിക്ക് പോകാം.
അല്ല എന്നുണ്ടെങ്കിൽ 2:45 വണ്ടി വരുന്നവരിവിടെ വെയിറ്റ് ചെയ്യും. പോയി നാരങ്ങ വെള്ളോ? ആ കുപ്പിയിലിരുന്ന നാരങ്ങ വെള്ളം. ഏതാ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലിരുന്നതോ? അത് ഞാൻ അവിടെ ചൂടുവെള്ളം എടുത്തു. അതെവിടുന്ന് വാങ്ങിയത്? അതെവിടുന്നാ വാങ്ങിയത്? ഇവിടെ ഈ ഹോട്ടലിൽ. അത് പോട്ടെ. അത് ഒരു സോറി ഗൈസ്, വീഡിയോക്ക് ഡിലേ വന്നത്. ഒരു ചേട്ടൻ വന്നു. ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഏതൊരു പെണ്ണും ചെറുക്കനും കൂടെ. അജിത്തിലാലോ തട്ടുകട. അവിടുന്ന് ആരോ 350 രൂപയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് 160 ഫുഡ് കഴിച്ചിട്ട് ഒരു പെണ്ണും ചെറുക്കനും മുങ്ങിയെന്ന് പറഞ്ഞാൽ അവർ തപ്പി വന്നാണ്. അത് കഴിഞ്ഞു. ഈ നാരങ്ങ വെള്ളത്തിൻ്റെ കേട്ടില്ല. ആ കുപ്പിയിലിരുന്ന നാരങ്ങ വെള്ളമാണോ? ആ കുപ്പിയിലിരുന്ന നാരങ്ങ വെള്ളമാണോ? അതെവിടുന്ന് വാങ്ങിയതാ? ഞാൻ അവിടെ വെള്ളം നിറയ്ക്കാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയിട്ട് ആ ഫാൻ്റെ അടി നില കിടന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഭയങ്കര ഡീഹൈഡ്രേഷൻ. അവിടെ നാരങ്ങ വെള്ളമൊന്നും ഇല്ലല്ലോ. നാരങ്ങ വെള്ളമില്ല പറയട്ടെ. ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചാൽ ചേട്ടനോട് ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടുകളൊക്കെ ഇല്ല, എന്ത് വൃത്തിയാന്ന് പറയാൻ നല്ല നീട്ടാൻ തോന്നുന്നു. അമ്മിക്കല്ല്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു നാരങ്ങ വെള്ളം ഇപ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്യും. അങ്ങനെ എനിക്കൊരു നാരങ്ങ തന്നാൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നാരങ്ങ അഴുകി പോയത് അവിടെ വേസ്റ്റ് ചെയ്യില്ലേ, അപ്പോൾ അത് ഇതാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്തു തന്നു. അപ്പോൾ പുറത്ത് നാരങ്ങ കിട്ടിയപ്പോഴത്തേക്ക് അപ്പോൾ ഒരാൾ വന്നിട്ട് ചപ്പാത്തി വെച്ചു. ചെറുക്കൻ ചപ്പാത്തി ചൂടാക്കുന്ന സമയത്ത് അതിന് അയാൾ തിന്നണിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ലേശം പഞ്ചസാരയൊക്കെ പോയിരുന്നുണ്ട്. ഞാൻ പിന്നെ പോയിട്ട് ഇത് പുറത്ത് അവരുടെ മറ്റേ പൊറോട്ട ഇതൊക്കെ ഇരിക്കുന്ന കുഞ്ഞ് ഇതില്ലേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ പോയിട്ട് ഞാൻ തന്നെ കത്തിയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ പിഴിഞ്ഞ് ഞാൻ നല്ല ഗ്ലാസ്സൊക്കെ എടുത്ത് അവിടെ ഗ്ലാസ് കഴിച്ച് അതെടുത്ത് അതിൽ പിഴിഞ്ഞ് ഒഴിച്ച് പഞ്ചസാര ഇത്തിരി ഉണ്ടായിരുന്നു അവൾ ആ ഉള്ള പഞ്ചസാരയൊക്കെ തട്ടിയിട്ട് കുറച്ചുണ്ടായിരുന്നു ഒത്തിരി. പിന്നെ ഇതാക്കി ഉപ്പും കൂടി ഇട്ടാൽ മതിയായിരുന്നു. എന്നിട്ട് ഒരു സ്പൂൺ അവിടെ ഇരുന്ന് അതിനൊക്കെ എടുത്ത് കഴുകി എടുത്തിട്ട് ഗ്ലാസ് ഇതിലൊഴിച്ച് കുപ്പിയിലൊഴിച്ച് എന്നിട്ട് അവിടെ മറ്റേ വെള്ളം ഉണ്ടായിരുന്നു. മറ്റേ എന്താ നമ്മുടെ ക്യാനയിലെ വെള്ളമില്ല നമ്മൾ വാങ്ങിക്കുന്ന പുറത്തുനിന്ന്. ക്യാനിലെ വെള്ളം തന്നെ. ക്യാനിലെ വെള്ളം ഞാൻ പറയുന്നില്ല ഇനി ബാക്കി പറഞ്ഞോ. ഇല്ല ഞാൻ മിണ്ടുന്നില്ല. പറഞ്ഞോ. ഞാൻ ഇടയിൽ കയറില്ല. പറഞ്ഞോ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുപ്പിയിൽ ഒഴിച്ചപ്പോൾ പഞ്ചസാര ഭയങ്കര കമ്മിയായി. കാരണം ഇതും കൂടെ മെൽറ്റ് ആയപ്പോൾ 2 ഗ്ലാസ് വെള്ളമായപ്പോൾ ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. പഞ്ചസാര വേണമെന്നൊക്കെ പഞ്ചസാരയിൽ ഇതാക്കിയാൽ വീണ്ടും ഇതാവും. വെള്ളം ഇതാക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതിങ്ങനെ ആക്കിയിട്ട് നീ പറഞ്ഞതൊരു ഫുൾ കവർ ചെയ്യുന്ന സാധനങ്ങൾ മുഴുവൻ ബാഗുകളിലായിട്ടിതാ എൻ്റെ വയറ് കണക്ക് 10 മാസം പ്രഗ്നൻ്റ് ആയ പെണ്ണുങ്ങളെ പോലെ മുഴുവൻ ഇതാക്കി വെച്ചു. എല്ലാത്തിനും കൂട്ടി കയറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാൽ വെള്ളം അവിടെ വെച്ച് പോകുന്നല്ലേ. വെള്ളം ഞാൻ കുടിച്ച് സിപ്പ് ചെയ്ത് കുടിച്ചിരിക്കുന്നു നീ പറഞ്ഞവരെ. അപ്പോൾ മറ്റേ വിനോയ് ചേട്ടൻ വന്നപ്പോൾ പുള്ളിയുടെ കാര്യം പറയാം. അപ്പോൾ നമ്മൾ പറയുന്ന കുറേ ആൾക്കാരെ പുള്ളിക്ക് കോമൺ ആയിട്ട് അറിയാം. ഇവിടെ ബിനോയ് മാർബിൾസിലെ ഫാമിലി ഫ്രണ്ട് അമ്പിളിയാണ് മരിച്ചത്. അപ്പോൾ അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമായിരിക്കും. നാട്ടുകാരെ കണ്ടൊരു പ്രതീതിയായി. എവിടെ പോയാലും ആൾക്കാർ അതാണ് എല്ലാ കടകളിൽ കയറി സ്വന്തം കട പോലെ. നേരത്തെ തട്ടുകടയിൽ കയറിയിട്ട് പൊറോട്ട അടിച്ച് അല്ല ചൂടാക്കി പൊറോട്ട ചൂടാക്കി. ഇപ്പോൾ വന്നേ അയ്യോ അത് കാണിക്കായിരുന്നു. കാണിച്ച ചെറുപ്പത്തിലിരുന്ന പാവ മൂപ്പര ഇത്രയും നേരെ വിളക്കുന്നത് വരെ നിന്നിട്ട് പറ്റിച്ചു. 360 രൂപയാണെങ്കിൽ അവർക്കത് എത്ര ഇതാവും. ഒരു 700 കൂടെ ഒരു സ്റ്റാഫിൻ്റെ സാലറി ആയിരിക്കും. ഇത് മുഴുവൻ ഗർഭിണി കണക്കാക്കി. ഇത് തുണികളെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് മുരളിയേട്ടൻ്റെ അവിടെ വെച്ചിരുന്ന ഒരു ബാഗ് ഫ്രീ ആയിട്ട് ഞാൻ തിരിച്ചിട്ടി. ഇനി ബാക്കിയെല്ലാം കൂടെ ഒരു ബാഗിലല്ല, 2 ബാഗിലും വേറെ ഉണ്ടായിരുന്നു സാധനങ്ങൾ. ഇത് പൊന്നു വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. 2 ഉണ്ടായിരുന്നു. പൊന്നു വന്നപ്പോഴത്തേക്കും ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. ഇതെന്നിപ്പോൾ മനാഫ് വെഡിങ് ഇതിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ലുലുവിൽ ഇതിൻ്റെ ഇരട്ടി വിലയാണ്. ഇത് പകുതി വില ഇവിടെ ഉള്ളൂ ഈ സാധനം. ഇതെൻ്റെ കിച്ചൻ്റെ ഗ്രേ കളറ്, കിച്ചൻ്റെ വൈറ്റും ഗ്രേയും കളർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഓരോന്ന് വാങ്ങിച്ച് കൂട്ടി വാങ്ങിച്ചതാണ്. അല്ലാതെ ഒരു ഡിസൈനർ കൊണ്ടുവച്ച ഒരു സാധനവും ഉണ്ടായില്ല. ഡിസൈനർ പറഞ്ഞ സാധനം അറിയില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വാങ്ങിച്ചതാണ്. അല്ല പച്ച കവർ ഞാൻ ആദ്യം പോകുമ്പില്ലായിരുന്നല്ലോ. അവർ നിനക്ക് പിന്നെ ഇട്ട് തന്നാണോ അത്? മനാഫിലെ പച്ച. അവർ വേറെ ഇട്ടാന്ന് തോന്നുന്നു കവർ. ഞാനൊരു അണ്ടർസ്കേർട്ട് മാത്രമേ വാങ്ങിച്ചോളൂ. അണ്ടർസ്കേർട്ടും പിന്നെ ഇത് വാങ്ങിച്ചു കൊള്ളാം. അത് അവരായിട്ട് ഞാൻ ഇതിലൊരു അണ്ടർസ്കേർട്ട് മാത്രമേ വരുന്നുള്ളൂ. ഈ പച്ചക്കവർ അല്ല അവർ അടച്ചു പോയിരുന്നു. അടുത്ത ചായക്കടയിൽ കൊടുത്ത് ഏൽപ്പിച്ചതാ. നല്ല ക്വാളിറ്റിയുള്ള കവറുകൾ കേട്ടോ അവിടെ. ഇതിന്റെ ഇത് ഇട്ട് വെച്ചിരുന്നത് പോയില്ല. ഞാൻ പറഞ്ഞേ ഞാൻ എന്താ പറയുന്നത് അറിയാം. നമുക്ക് ആ ട്രെയിൻ കയറി കിടന്ന് ഉറങ്ങാം. ആ ട്രെയിൻ എടുത്തിട്ട് പോയാൽ എന്ത് ചെയ്യും? 4 മണിക്കല്ലേ എടുക്കോളെന്ന് പറഞ്ഞേ ഗുരുവായൂർ ട്രെയിന്.
ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ തിത്തരി തരികട കളിക്കുന്നത്. എയർപോർട്ടിൽ ഒരുപാട് മണിക്കൂർ ഇതുപോലെ ഫ്ലൈറ്റ് ഡിലേ ആയിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ലോഞ്ചിലും അവിടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ CC ക്യാമറ ഇല്ലാതിരിക്കുമോ? വർക്കിംഗ് ഒന്നും ആയിരിക്കത്തില്ല, ക്യാമറ മാത്രം. റെയിൽവേയുടെയാ എല്ലാം വർക്കിംഗ് ആയിരിക്കും. ആ നാളെ വൈറലാവും, അതാണ് പറഞ്ഞത്. എനിക്കൊരു ഗുണം ഉണ്ടാവില്ല, ആൾക്കാർ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ടേ. ഒരു പൊട്ടും കൂടെ തൊട്ടായിരുന്നു, അത് പോയി. ചൂടത്ത് എന്തിനതൊക്കെ കുത്തിക്കയറ്റി നടക്കുന്നതിൻ്റെ ഒച്ചേ? ഇതായിരുന്നു സാധനം കാണിച്ചത്. കുറച്ചുകൂടി ഉണ്ടായിരുന്നു നാരങ്ങ വെള്ളം. എനിക്ക് തരാണ്ട കുടിച്ചില്ലേ നീ? ആ നാരങ്ങ വെള്ളം അല്ല ഇത്, ഞാൻ ഉടായ്പിലുണ്ടാക്കിയ നാരങ്ങ വെള്ളം. എന്തായാലും നീ കുടിച്ചല്ലോ ഒറ്റയ്ക്ക്. അതുകൊണ്ട് 2 കുപ്പി ചൂടുവെള്ളം. So what? So what? So what? So what? നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കമ്മികളാണ്, കൊങ്ങികളെ കളിയാക്കുന്ന ആൾക്കാർ പറയുന്നത്. ഇന്നലെ വേറൊരുത്തം കയറിയിട്ടുണ്ടല്ലോ, ഞാൻ പെപ്പെ. ഒന്നും അറിയണില്ല. പെപ്പെ അമ്മ കുടിക്കാന്ന് പറഞ്ഞത്. ഞാൻ എടി അതൊക്കെ എന്താ തെറിയായിരിക്കും കേട്ടാ, കുടിക്കാന്നൊക്കെ പറഞ്ഞത്. അവൻ ഉദ്ദേശിച്ച എന്തോ തെറി ഇതാണ്. അയ്യേ അങ്ങനെയല്ലേ അതല്ലേ അതിന്റെ അർത്ഥം? അല്ല വേറെ അർത്ഥം ഉണ്ടോ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ തെറിയാവുന്നേ? നീ സൂക്ഷിച്ചോ മോനെ, നിന്റെ ചാറ്റ് മുഴുവൻ എടുത്ത് നോക്കിയോ. നീ പണ്ട് ആരത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് വിടുന്നുണ്ടില്ല. കാരണം ഇനി നാളെ അതിന്റെ മുമ്പിലായിട്ട് ഇനി ഞാൻ തന്നെ ആവശ്യത്തിൽ കൊടുത്തിട്ടുണ്ടാക്കി. പിന്നെ നിന്റെ കൂടെ ഇത് തേക്കാൻ എനിക്ക് വയ്യ. കണ്ട പെണ്ണുങ്ങളെ മുഴുവൻ എന്റെ ഒരിക്കലും കണ്ട ആണുങ്ങൾക്ക് ചാറ്റ് ചെയ്തു, കണ്ട ആണുങ്ങളോട് അസഭ്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ ആരും ഒന്നും പറയത്തില്ല. നീ കമന്റ് ബോക്സിലാണല്ലോ തെറി വിളിക്കുന്ന അസഭ്യം. തെറിയുടെ പൂര തെറിയുടെ പറയണോളൂ, അല്ലാതെ ഞാൻ പാലി എങ്ങനെയാണോടോ അങ്ങനെയൊന്നും പറയണില്ലല്ലോ. ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുള്ളൂ. ഞാൻ മോശമായിട്ടത് പിന്നെ സംസാരിക്കുമ്പോൾ കുറച്ച് ക്ലീവേജ് തന്നെ ആവില്ല. അത് ഇതിൽ പോയിട്ടുള്ളൊരു പരസ്യമായിട്ടില്ല ഒരാളുടെ അടുത്ത് പറ്റില്ല. അത് നല്ലതാ. നിങ്ങളെയൊക്കെ പോലെ ഇത് ഇന്ന് കാണോടോ, ഇത് സിനിമയ്ക്ക് പോകണോടോ, ഇവിടെ വന്ന് ഞാൻ കൊണ്ടുപോകടാ, ഇവിടെ എങ്ങനെ ഇന്നാടാ ചക്കര ചാച്ചിയോടാ, ചായ കുടിച്ചോടാ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ആരോടും പോയിട്ട്. ഇന്നെന്താ പരിപാടിയിടാ? പക്ഷെ എനിക്കത് ലവറായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഞാൻ ആ കമന്റിൽ ഇന്നലെ എന്തോ വണ്ടിയിൽ ഇരുന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാ. അതില് അത്ര ഇന്റിമസി ഉള്ള ഒരാളോട് പറയുന്ന കണക്ക് അവളും അങ്ങനെ. പക്ഷെ ലാസ്റ്റ് അവള് പറയണത് പൈസ എടുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവൾക്ക് പർപ്പസ് അത് കടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാവും. പാർവലി എന്താണ് കേട്ടില്ല? പാർവലി തേരി പാർവലി നമ്മളെ കുഞ്ഞിലെ വീട്ടിലൊക്കെ പറയാ. മമ്മൂട്ടി ഒരു പാട്ടുണ്ടല്ലോ, 12 അപ്പം തിന്നോടി എനിക്കൊരെണ്ണം തന്നോടി, ലൗഡ് സ്പീക്കറിൽ പാർവലി. നല്ല ബുദ്ധിമുട്ടാവും. കമ്മല് പോയത് വിളിച്ചിട്ട് പറഞ്ഞാൽ തുറക്കണ സമയത്ത് അങ്ങനെ നമ്മൾ ഇന്ന് പോയി പഠിച്ചവരെ കഴിഞ്ഞല്ല അടുത്ത് കേട്ടിട്ടില്ലേ. പക്ഷെ മൂപ്പര ബ്ലൗസിന്റെ ട്രയൽ നോക്കിയത് ആ വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് കാണാമായിരുന്നു. അതിലെന്താണ് കണ്ണാടി ഇല്ലാന്ന് നമ്മൾ മാത്രം നല്ല ഡ്രസ്സായിരുന്നെങ്കിൽ അവിടെ നിന്നോട്ട് ഇങ്ങനെ ഓടി അങ്ങോട്ട് ഇത് പോയി ഒക്കെ വരായിരുന്നു. നീ നടന്നു, ഞാൻ സ്ലോ മോഷനിൽ വീഡിയോ എടുത്തുതരാം. ഈ ഡ്രസ്സ് കൂട്ടി വാ, നീ നടന്നു വാ എടുത്തരാൻ. അങ്ങനെ വർക്കല ശിവഗിരിയിൽ നിന്ന് ഒരു പ്രീ പ്ലാനോ ഇല്ലാതെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഒരു ട്രെയിൻ വരുന്നു. നമുക്ക് പോകാനുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ ഇടവിട്ട് നമുക്ക് മാത്രമേ പോകാനുള്ളൂ. വരുന്നുണ്ടോ ഗൈസ്? അഭയാർത്ഥികൾ വരുന്ന പോലെ വരുന്നുണ്ടോ ഗൈസ്? അഭയാർത്ഥികൾ വരുന്നത് പോലെ വരുന്നത് കണ്ടോ ഗൈസ്? അച്ഛനെ വിളിക്കണം, അമ്മയ്ക്ക് വിളിക്കണം. താങ്ക്സ്. പിടി ഞാൻ ഇവിടെ കാണിട്ട് പോ. പിടി എനിക്ക് കൈ വേദനിക്കുന്നു.
എടുക്കടാ. ശരി, എൻ്റെ കാലിലെ വെച്ചിരിക്കുന്ന ഞാൻ അവിടെ വെച്ചിട്ട് പോവേണേ. കഴിവേറി അതവിടെ വെച്ചിട്ട് പോയി. തെണ്ടി സമയം എത്രയാണെന്നറിയോ? 1:30 മണിക്ക് ആദ്യമായിട്ട് ഉറങ്ങാൻ ഉള്ള ചെയ്യാവുന്ന സമയം പോലെ ലൈഫിൽ ഇതുവരെ 4 മണിയാകാതെ ബെഡ്റൂം പോലും കഴിക്കില്ല. ഞാൻ കറക്റ്റ് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചുമ്മാ ഇരിക്കുക. 11, 12, 1 3 മണിക്കൂറാണ്. തട്ടുകടയിൽ പോയി ഒരു കുന്തമില്ല, അടച്ച് പൂട്ടിക്കെട്ട് പാത്രവും കഴുകി വെച്ച്. ആകെ ഈ ചേട്ടൻ്റെ കട മാത്രം കൂടെ ഉള്ളത്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം അമ്മിക്കലിയിൽ നിന്ന് കഴിച്ച ഭക്ഷണം തന്നെ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് മാത്രം തന്നെയായിരുന്നു. അപ്പോഴാണ് വിശക്കാൻ തുടങ്ങിയത്. 1:30 മണിയായപ്പോഴത്തേക്കും വേറെ ഒന്നും കിട്ടാനും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലി വന്നു. അങ്ങനെ ഒരു കുഞ്ഞുവാവൻ്റെ അവനുമായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അവനങ്ങനെ ഒരു വലയൊക്കെ വാങ്ങിക്കൊടുത്തു. എൻ്റെ കമ്മലിൻ്റെ സെയിം സാധനം അവർക്ക് കമ്മലിൻ്റെ സെയിം സാധനം നമ്മളെ കന്യാകുമാരി 10 മണിയായിട്ടാണ് ഇത് തുടങ്ങിയത്. ട്രെയിനില്ല, 4 മണിയാവും. അങ്ങനെ 1/4 മണിക്കൂറോളം അവരോട് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആമ്പിളരും, കൊച്ചു ഞറുങ്ങണി ആമ്പിളരും പെമ്പിളരൊക്കെ അവിടെ വന്നു. എന്നിട്ട് അവർ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടായി. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ അവരോട് കാര്യം പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് പുള്ളിക്കാരി അവിടെ ഇപ്രാവശ്യം നിന്നിട്ട് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ആണത്രേ. അതുപോലെ ചേട്ടൻ ടൈൽസിൻ്റെ വർക്കാണ്, കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. മോൻ എത്ര പഠിച്ച് മറന്നുപോയി. അങ്ങനെ കുറേ ആദ്യം വന്നപ്പോൾ ഒരു സാധാരണ ഫാമിലി അത്രയേ ഉള്ളായിരുന്നു. അതിലപ്പുറം ഇല്ല. സാധാരണ പണ്ടൊക്കെ ഞാൻ ഇതുപോലെ എല്ലാവരും ഇടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന ഒരു പ്രകൃതമായിരുന്നു. ഇടയ്ക്ക് വെച്ച് പിന്നെ ബിസിനസ്, ജോലി, മറ്റത് മറിച്ചത്, അതിൻ്റെ ടെൻഷൻ, അങ്ങനെ പലവിധ കാര്യങ്ങൾ കമ്പനി നോക്കലും നടത്തലൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര റഫായി എങ്ങനെയെന്ന് ഞാൻ പിന്നെ അങ്ങ് ഉൾവലിഞ്ഞ് പോയതായിരുന്നു. പണ്ട് ചെറുതിലെ ഞാൻ ഇതുപോലെ ആയിരുന്നു, ഏകദേശം ഒരു +2 വരെയൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിയുന്നവരെന്ന് പറയാം. ഇതുപോലെയായിരുന്നു. എല്ലാവരോടും ഭയങ്കര കൂട്ടാവുകയും ഭയങ്കരമായിട്ട് കാര്യം പറയുകയും സംസാരിക്കുകയും ഭയങ്കര സോഷ്യലായിട്ട് ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ കുറേ വർഷം അങ്ങ് ഉൾവലിഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ നമ്മളുടെ മനുഷ്യന്മാർക്ക് പല മാറ്റം ഉണ്ടാവുമല്ലോ, അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. അത് ഇപ്പോൾ അതാ വീണ്ടും പണ്ടത്തെ ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ ആയി തിരിച്ച് വീണ്ടും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്ത് കെട്ടിയിരിക്കുക. വേറെ നിവൃത്തിയില്ലല്ലോ. എവിടുന്ന് വരുന്നു കുറ്റിയും പറിച്ചോണ്ട് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ? ആരാ നിന്റെ ഫാൻസ്? ഇവിടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവത്തിന് അവരുടെ ടീമായിരുന്നു. അവരുടെ ടീമിന്റെ ഗാനമേളയായിരുന്നു. ഗാനമേള അവര് ഇതെന്താ പറഞ്ഞത്? ഹലോഷി ടീം എന്താണ് അങ്ങനെന്താണ് പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 2 പേർത്തരും സുരേഷിന്റെയും സുമലതയുടെയും പ്രണയകാവ്യം വിശേഷം. അവര് ആ ഫാമിലി അവരുടെ പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു. എന്താ നീ വെള്ളക്കുപ്പി എങ്ങനെയാ വെച്ചിരിക്കണേ? എന്തൊക്കെ സെറ്റപ്പാ നോക്കി. അത് വീണ് പൊട്ടണം. വീണ് പത്തൂല. വെച്ചിരിക്കണ ജിപ്സാബീഗമാണ്. 10,000 രൂപ പോയി കിട്ടും. അതിന് വെച്ചിരിക്കണേ. ഇതിൽ വെച്ച് ഇത് പൊട്ടുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കണക്കാണ് ഇത് പൊട്ടി. അപ്പോൾ നല്ല ഇതായിരുന്നു. ഇപ്പോൾ അഴുക്കാവുകയുള്ളൂ. ഇതിൽ ഫ്രഷ്നെസ് ഒക്കെ പോകും. ഇങ്ങനെ കൊണ്ടുവരുന്ന ഇഷ്ടപ്പെട്ട കവറായിരുന്നു. അപ്പം ഈ വൈറ്റും എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഗ്രീനും വൈറ്റും കവർ. ഇതെൻ്റെ പൊന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഊട്ടി പോയപ്പോൾ വാങ്ങിച്ചിട്ട് കറക്റ്റായില്ലേ. പില്ലോയും ബെഡ്ഷീറ്റുകളും ആയതിനുള്ളിൽ. പില്ലോയും ബെഡ്ഷീറ്റും വീടോടെ വീണ് വെള്ളം തുറന്നു കൈ പൊക്കിയാൽ വീഴും. കൈ പൊക്കിയില്ലേ വെള്ളം അങ്ങനെ പോവില്ല. കണ്ട ലോക്കുണ്ട്. അതുകൊണ്ട് ഇവൾ ഇതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ഈ നടുക്ക് കൂടെ ചാടി വരിക. തെളിവ് എവിടെ? ഞാൻ അതിൻ്റെ നടുക്കൂടെ ചാടി വന്നേണ്ട. തെളിവ് കാണിയത് ചാടിയാണ് വന്നത്. എന്ത് തെളിവ് എവിടെ? പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ ചാടി വന്നേ? സ്റ്റെപ്പ് കയറി വരായിരുന്നില്ലേ? എനിക്കൊരു കൂട്ടാവട്ടെ വെച്ചു. അയ്യോ അത് കുറ്റം പറയണം. ഡ്രസ്സ് മാറിയായിരുന്നു.
ഞാൻ ആലോചിക്കുന്നു ഇത് അമ്പലത്തിലേക്ക് ഇടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങനെ ഇടും. വേറെ എൻ്റെ ഇത് റഫ് യൂസാണ്. ഇത് ഞാൻ ട്രാവലിങ്ങിനൊക്കെ ഇടുന്നത് ലൂസുള്ള വാ 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 ഓക്കെ. നമ്മൾ നമ്മളെ സ്വന്തം കാറിൽ പോകുമ്പോൾ മാത്രമേ എന്ത് ഒന്ന് പറഞ്ഞു മനസ്സിലായില്ലല്ലേ? നമ്മൾ നമ്മുടെ സ്വന്തം കാറിൽ പോകുമ്പോൾ മാത്രമേ ഇനി പറയൂല. ഇപ്പോൾ ഉറക്കമാണുണ്ടോ എന്ന് സംശയം. അല്ലാത്തപ്പോഴൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫുൾ കവർ ചെയ്ത്. ഫുൾ ഓ കവർ. ഇപ്പൊ മനസ്സിലായി എന്താ പറയുന്നത്? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ചോക്ലേറ്റ് പെണ്ണെ നിന്റെ ഡബ്ലിങ് മൂക്ക്. എന്തെന്ന് 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 പാട്ട് പാടിയതാ ചോക്ലേറ്റില്. എന്തെന്ന് എന്തെന്ന് പറ, ഒന്ന് പാട് പാട്. ഒറ്റ പ്രാവശ്യം പാടും. ഡബ്ലിങ് ഇങ്ങനെ അല്ലേ? പൂക്കളൊറ്റ പെണ്ണേന്ന്. ചോക്ലേറ്റ് പൂക്കൾ ചോക്ലേറ്റ് പെണ്ണെ നിന്റെ ഡബ്ലിങ് മൂക്ക്. ചോക്ലേറ്റ് പോലെയുള്ളൊരു ഉരുണ്ട മേനി ചെത്തി ഉപ്പിലിട്ട മാങ്ങയാക്കി മാറ്റുമെന്ന്. ആ പാട്ട് കേട്ടില്ല? ഡബ്ലിങ് എവിടെയാ? കാറ്റു കെട്ടി വെച്ച നെഞ്ചിലൊന്ന് സൂചി കൊണ്ട് കുത്തി നൂല് കെട്ടിയിട്ട പട്ടമാക്കി മാറ്റുമെന്ന്. പഞ്ചി ശ്രീകുമാറിൻ്റെ ഒരു വരിയുണ്ട്. ചോക്ലേറ്റ് പെണ്ണെ നിന്റെ ഡബ്ലിങ് മൂക്ക് എന്ന് പറഞ്ഞിട്ട് ശ്ലോകം പോലെ. അയ്യോ, അതിന് വേറെന്തോ കൊണ്ടാണ് എല്ലാം. അതിന് ഒരുമാതിരി ആഭാസ ഡബിൾ മീനിങ് മാത്രം. നീ എൻ്റെ കൂടെ വരണ്ട, ഞാൻ നിൻ്റെ കൂടെയും വരണില്ല. നീ പോയിക്കോ. നീ പൊക്കോ, ഞാനും പൊക്കോളാം. നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ ഇങ്ങോട്ട് ഓ ആയിക്കോട്ടെ. ഞാൻ ഇങ്ങോട്ടാ പോണേ. എന്നാ ഞാൻ വീണ്ടും തിരിച്ച് അപ്പുറത്തോട്ടാണ്. ചെല്ല്. എന്നാൽ ഞാൻ വീണ്ടും ഇറങ്ങി അപ്പുറത്ത് പോയി. ഓക്കെ പോ, ചെല്ല് വേഗം ആവട്ടെ. കണ്ട എൻ്റെ ഫാൻസിനെ കണ്ട? റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു ടീം മുഴുവൻ കണ്ട. ചായ കുടിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു ഫാമിലി മൊത്തം കണ്ട. ടെക്സ്റ്റൈൽസിൽ കയറിയപ്പോഴത്തേക്കും ഇക്കായും ആ വൈഫും കണ്ട. അതേപോലെ പിന്നെ എവിടെ നിന്നായിരുന്നു? വേറെ എവിടെ നിന്നായിരുന്നു? വേറെ എവിടെ നിന്ന്? ബസ്സിൽ കയറിയപ്പോൾ നീയാണ് പറഞ്ഞ സെൽഫി എടുക്കാൻ നിന്നു. അപ്പോൾ നീ ഉടനെ ഇറങ്ങി കളഞ്ഞു പോന്നു. എനിക്ക് ഇത്ര കാലം ഞാനൊന്നുമില്ലല്ലോ. പുള്ളി അതിനാണ് നീറ്റേന്ന് കണ്ട. ബസ്സിൽ കയറിയപ്പോൾ പോലും മോനെ നമ്മളെ ടീംസാ. കൂടുതൽ കളിക്കല്ലേ. പൊയ്ക്കോ എന്ന് പറയുമ്പോൾ എടാ ഇപ്പോൾ ഇവിടെ നിൽക്കണേ എത്ര പേരിപ്പോൾ വന്നിട്ട് ഉണ്ടെന്ന് അറിയണില്ലെങ്കിൽ പിന്നെ ആളല്ലേ വെച്ചിട്ട് ഞാൻ സുഖമായിട്ട് അവരെ വീട്ടിൽ പോയി കിടന്ന് ഇറങ്ങി. അവിടെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ട് അങ്ങ് തിരിച്ചു വിട്ടു. എനിക്കും എന്താ പൂവെന്ന് എന്താണ് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. 2 മണിക്കൂറേ ഉള്ളൂ നാഗർകോവിലേക്ക്. അപ്പം സ്ലീപ്പർ കൺവേർട്ട് ചെയ്യണ്ടേ? സ്ലീപ്പർ നിർബന്ധമാണല്ലോ. സ്ലീപ്പറെങ്കിലും ഇല്ലാതെ പിന്നെ ഇവിടെ എങ്ങനെ പോവാൻ? ജനറലോ? അല്ല, കൺവേർട്ട് ചെയ്യേണ്ട AC വേണോ? AC വേണ്ട. 2 മണിക്കൂറിന് ആവശ്യമല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ AC ഒക്കെ ഇല്ലാതെ പോകാൻ പഠിച്ചു. ചൂട് വന്നാലേ പ്രശ്നമുള്ളൂ. ഇന്നലത്തെ ആ റൂമിൽ കിടന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മോ, ആ ഉച്ചയ്ക്ക് കാല് മാന്തി പൊളിച്ചു. എന്നിട്ട് ഉച്ചയ്ക്ക് ആ കുറേ വിയർത്ത് ശരിക്കും അങ്ങനെ ഒരുപാട് വിയർക്കുകയും കൂടെ ചെയ്യുമ്പോൾ എൻ്റെ കഴുത്തിന് ഡാർക്ക്നെസ് വീണ്ടും കൂടും ഭയങ്കരമായിട്ട്. കോമ്പിനേഷൻ ഞാൻ ആ മിസ്സസ് ദേശ്പാണ്ഡെ കാണട്ടെ. എൻ്റെ ഫോണവിടെ. എൻ്റെ ഫോൺ ഞാൻ എടുത്തില്ല. ഇവിടെ ഇരിക്കും. ഇവിടെയൊക്കെ നെയ്യ് ഇരിക്കുന്നു. നോക്ക്, നെയ്യായിരിക്കുന്ന സ്ഥലത്തൊക്കെ നെയ്യ് ഇരിക്കേണ്ട സ്ഥലത്ത് നെയ്യില്ലെങ്കിൽ കണ്ട അതിലൊക്കെ നോക്ക്. എണീക്ക് ഞാൻ സൈഡിലോട്ടാവുന്ന എവിടെയാണെങ്കിലും ശരി. നിന്റെ മൂട്ടി പറ്റി. എന്റെ മൂട്ടി പറ്റിയ മൂട്ടിൽ നീ പറ്റിച്ച് ചെന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് കിടന്നുറങ്ങിയ നിന്റെ മുഖത്ത് ഞാൻ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കും. ഞാൻ ചെന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പോകുമ്പോൾ തന്നെ 5 രൂപ 10 രൂപ സർഫ് മേടിക്കുക. അവിടെ ബക്കറ്റിൽ നേരെ കുളിക്കുക. കുളി കഴിഞ്ഞാൽ നേരെ ഇതാക്കുക. ഇതലക്കിടൂല, ഇത് പെട്ടേ ഉള്ളൂ. എപ്പോൾ ഇട്ടേള്? ഇന്നത്തെ ദിവസം ഇട്ടതാണ്. ഈ പൊടിയിലും ബസ്സിലും അതിലും ഇതിലും ഒക്കെ കയറിയിട്ട് ഇത് എങ്ങനെ ആക്കണ്ട. തിരിച്ചു പിടി. ഞാനും ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്. നീ കാണിക്കുന്ന ആക്ഷനൊക്കെ എടുക്കണം. ഫീസുണ്ട്. കഴുകി ഇട്ടിട്ട് കിടന്നാൽ മതി. ഞാൻ കിടക്കുന്ന റൂമിലൊന്നും കഴുകാൻ അവിടെ ഇരുന്ന ഡ്രസ്സ് ഒരെണ്ണം കഴുകിയിട്ടില്ലല്ലോ. ഒരു തുണിയില്ലേ?
ചെടികൾക്ക് വെള്ളം ഒഴിക്കാതെ ഒറ്റ ദിവസത്തേക്കൊന്നും പറഞ്ഞു തന്നാൽ ഒരാഴ്ച നിന്നാൽ ഇനി വലിയ ഇത് മേടിക്കും, ട്രോളി മേടിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ സാധനം കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ വലിയ ബാഗ് മേടിച്ചാൽ മതിയല്ലോ. ബാഗ് നീ എടുത്തതായിരുന്നു. ഞാനാ പറഞ്ഞ ഒറ്റ ദിവസത്തേക്ക് രാവിലെ വന്ന് രാത്രി തിരിച്ചു പോകണേന് എന്തിനാണ്. ഞാൻ ചോദിച്ചത് എന്താ പ്ലാൻ ശരിക്കും ഒരു 5-6 ബാഗ് ചുമ്മാ കാലി എടുത്ത് വെക്കാം. നീ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ആ ഒരു വീട് ഫുള്ളായത്. ഇങ്ങനെ ഫുള്ളായത് ഇപ്പം യാത്രകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതൊക്കെ അതാ അങ്ങനെ നമ്മ കന്യാകുമാരിയല്ല നാഗർകോവിലെത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ വേണം പോവേണ്ടത്. എൻ്റെ എന്ത് അടിപൊളി സ്ഥലം. എനിക്കിത് കാണുമ്പോൾ പണ്ട് കോർഫക്കാൻ ഓർമ്മ വരുന്നുണ്ട്. കോർഫക്കാനിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കോർഫക്കാനിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ഫുജേറിയയിലായിരുന്നു ജോലി ആ സമയത്ത്. കോർഫക്കാനിലായിരുന്നു സ്റ്റേ ചെയ്യുന്ന. അവിടെ ഇരുന്ന് കുറച്ചുകൂടി റെൻറ്റ് കുറവ്. അത് കാരണം എനിക്കിത് കാണുമ്പോഴത്തേക്ക് ഈ മലകളൊക്കെ കാണുമ്പോൾ എനിക്ക് ആ ഓർമ്മയാണ്. അടിപൊളി, ഭയങ്കര ഒരു എന്താ പറയുക, നൊസ്റ്റ് വന്നു. അങ്ങനെ നാഗർകോവിലിൽ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് കയറിയിട്ടായിരുന്നു നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെയൊക്കെ എല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിന്ന് പാളത്തിൽ ക്രോസ് ചെയ്തിട്ട് തറയിൽ ഇറങ്ങിയിട്ട് പാളം ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകുന്നത്. സാധനങ്ങളും വാഴക്കൊലയും അതും ഇതും ഒക്കെ അവരങ്ങനെ കൊണ്ടുവന്നു. ആരും അവിടെ സ്റ്റെപ്പ് കയറി അപ്പുറത്ത് പോകുന്നത് കാണുന്നില്ല. മിക്കുള്ള ആൾക്കാരും ഇങ്ങനെ കേട്ടോ. നമ്മളവിടെ അങ്ങനെ അത് ഭയങ്കര പ്രശ്നമല്ലേ, പോലീസുകാരത് കണ്ടിട്ട് പ്രശ്നമാക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. മിക്കുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ് പോകുന്നത്, ക്രോസ് ചെയ്തിട്ട് തന്നെയാണ്. സാധനങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച്. എനിക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഗൾഫിൽ കോർഫക്കാൻ ഓർമ്മ വരും. ഏതൊക്കെ കോർഫക്കാൻ അതേതൊക്കെ അവിടെ ഇരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കോർഫക്കാനിലായിരുന്നു ഫസ്റ്റ്. എന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ സാറ്റർഡേ അല്ല ഫ്രൈഡേ ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും തേഴ്സ്ഡേ ഫ്രൈഡേ കിട്ടുന്ന സമയത്ത് നമ്മൾ പോകുമായിരുന്നു അവിടെ. റാസൽ ഖൈമയിൽ നിന്ന് അന്നൊക്കെ ഫുജേറ കോർഫക്കാനിലൊക്കെ പോകുമ്പോഴത്തേക്ക് പഠിക്കുന്ന സമയത്തൊക്കെ പോകുമ്പം എന്താ പറയുക, ഭയങ്കര ഒരു അത്ഭുതം ഫീൽ ചെയ്യുമായിരുന്നു ഇങ്ങനെ പാറക്കെട്ടിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ മരുഭൂമിയിലൊരു പച്ചപ്പ് കണക്കാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. എന്ത് രസമാണ്. ഞാൻ പണ്ടെപ്പോഴോ ഞാൻ പൊന്നുവിനെ പ്രസവിച്ച സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ സെൻറ്ററിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ അല്ല, കമ്പ്യൂട്ടർ സെൻറ്റർ എന്നല്ല, താഴെ നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്കൂളുണ്ട്. ആ സ്കൂളിൽ നെയ്ബേഴ്സിൻ്റെയൊക്കെ മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ടൂറിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് പോകുന്നത്. പക്ഷേ അന്ന് ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ബസ്സിലങ്ങ് പോയി, നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് ബസ്സിൽ പോയി, അങ്ങനെ അന്ന് രാവിലെ പോയി വൈകുന്നേരം വരെ അങ്ങനത്തെ കൊണ്ടായിരുന്നു. ജസ്റ്റ് പോയി പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളത്. ഇങ്ങനെ നിന്ന് ആസ്വദിക്കുകയാണ്, ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാർ പിന്നെ എപ്പോഴും പറയും എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടണം കൊണ്ടുപോകും. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ എവിടെ പോകാൻ ഇതാക്കി ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് കെട്ടണം കൊണ്ടുപോകും. വർഷമായി കൊച്ചിനെയും കെട്ടിക്കയറാം. ഇതുവരെ ഞാനെങ്ങും പോയിട്ടുമില്ല, ഇതാക്കിയിട്ടുമില്ല, എൻജോയ് ചെയ്തിട്ടുമില്ല. ഇന്നിപ്പോൾ അതാ പല പ്രാവശ്യം ഞാനും പൊന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്നാൽ കാർ എടുക്കുമ്പോൾ പോവാം, പുതിയ കാർ എടുക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ടും അത് നടന്നില്ല. ഓരോ പ്രാവശ്യം കഴിഞ്ഞ എൻ്റെ അങ്ങേ വെക്കേഷന് ഓരോ വെക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് അതാ ഓർമ്മയാണ്. ഈ കുന്നും മലയൊക്കെ കാണുമ്പോഴത്തേക്ക് പഴയ കോർഫക്കാനാ ഓർമ്മ പറഞ്ഞത്. എത്ര വർഷമായി ഇങ്ങനെ പ്രകൃതിയുടെ വികൃതികളെ ഒന്ന് ആലോചിക്കുക. നമ്മളെ നാട്ടിൽ എന്തുമാത്രം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. അവിടെ നിന്നൊരു ഓട്ടോറിക്ഷയിൽ അടുത്ത ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും നേരം അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ അതുപോലെ അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ടാണ് ബസ് സ്റ്റാൻഡിലോട്ട് കേട്ടില്ല. അതുകൊണ്ടല്ലേ
സമയം ഇവിടെ എവിടേക്ക് വരില്ല, ഇവിടെയും ഒരു ഫാക്ടറി പോയിരിക്കുന്നുണ്ടാവുമെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങനെയല്ലേ പറയാ. ഡിസ്ട്രിക്ട് മാറി ഓ അതിന് ഫുള്ള ഇതിന് തമിഴ് തമിഴായത് ഇതിനെ തമിഴ് പറയും. முன்னாடி சொல்லிட்டு என்னோட நான் டெய்லி நாக்கு க்ளீன் பண்ணேன். அதுக்கு இது மாதிரி கொஞ்சம் கிளாஸ் இருக்கு என்னோட. நீங்கள் ப்ரெஷ் போலும் பண்ணாத டெய்லி ബ്രഷ് പട്ടിയോ ഇപ്പോൾ നമ്മൾ ട്രാവലിൽ വന്നല്ലേ, ട്രാവൽ ട്രെയിനിൽ. അങ്ങനെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലെത്തി. പക്ഷെ അതിനെക്കാട്ടി ഏറ്റവും ഭയങ്കര ഒരു ഇമോഷണലി എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ എൻ്റെ മരിച്ചുപോയ, എനിക്ക് 2 മാമന്മാർ, അതിലൊരാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അതേ രൂപവും അതേ ഭാവവും ആ പുള്ളി ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്കിങ്ങനെ പുള്ളി തിരിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുള്ളിയെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ എനിക്കത് മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ പിന്നത്തെ വലിയ കാര്യം പുള്ളിയുടെ പൊളൈറ്റ്നെസ്സും പുള്ളിയുടെ സംസാരവും പെരുമാറ്റവും, സംസാരിക്കുന്ന തമിഴിലാണെങ്കിൽ ചിരിയും ഒക്കെ അതുപോലെ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയില്ലായിരുന്നു. എൻ്റെ കണ്ണീർ നിന്ന് ഇങ്ങനെ കൊടുകൂടാ കണ്ണീര് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭയങ്കര ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്കൊരു വല്ലാത്തൊരു കാരണം എൻ്റെ ഗാർഡിയനായിരുന്നു പുള്ളി. എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ മാമച്ചി. പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് ബസ്സിലെ യാത്രയൊക്കെ ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് അവിടുത്തെ ബസ്സിൽ ഭയങ്കര അടിപൊളി സീറ്റും കാര്യങ്ങളും, ബസ്സിലെ 2 സൈഡിലെ കാഴ്ചകൾക്കോ ഇതൊരു വ്ളോഗ് ആക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് കുറഞ്ഞ് ചെറിയ രീതിയിൽ ഇങ്ങനെ വീഡിയോസ് ഉണ്ടായിരുന്നെങ്കിലും ഇതിങ്ങനെ ഒരു വ്ളോഗ് ആക്കണം എന്ന് വിചാരിക്കാത്തത് കൊണ്ടാണ്. അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ചേട്ടൻ റൂം വേണമെന്ന് വെച്ചാൽ ചേട്ടൻ്റെ കൂടെ നമ്മൾ പോയി. പുള്ളിക്കൊരു 100 രൂപ കമ്മീഷനും കൊടുത്ത് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അതേ ഡ്രസ്സിന് കിട്ടും. വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ, പ്ലാൻ ചെയ്ത് വന്നതല്ലാത്തതുകൊണ്ട്. തലേ ദിവസം ഡിന്നറൊന്നും കഴിച്ചില്ല, 2 ദിവസത്തെ ഉറക്കമുണ്ട്. എന്തായാലും പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന്